യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. അത്രയും പോലും ഇല്ല ആ ഒരു പേപ്പർ ഗ്ലാസ്സിൽ എടുക്കുന്ന ദൈവം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ നിത്യത, ഈ ജീവിതം കമ്പയർ ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം വളരെ ക്ഷണികമാണ്, വളരെ താൽക്കാലികമാണ്. അത്രയും ഒരു ബോധം ദൈവമക്കൾക്കുണ്ടായില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയില്ല ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യവുമില്ല. പരിശുദ്ധാത്മാവ് എന്തിനാണെന്നറിയാം ഉള്ളിലുള്ളത്? അന്യഭാഷ പറയാൻ മാത്രമല്ല, പരിശുദ്ധാത്മാ പ്രവചനം പറയുവാനും ദർശനം കാണുവാൻ മാത്രമല്ല, അതൊക്കെ സഹായിക്കുകയും ദൈവത്തിൻ്റെ മെസ്സേജ് നമ്മളോട് മനസ്സിലാക്കി തരുവാൻ. സ്തോത്രം. ഈ ശുശ്രൂഷകളൊക്കെയുള്ള പരിശുദ്ധാത്മാവ് നമ്മളെന്നും രാവിലെ, തിങ്കളാഴ്ച, ഞായറാഴ്ച രാവിലെ മാത്രമല്ല, ഞായറാഴ്ച രാവിലെ നമ്മൾ ഉഷാറാണ്. ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒരു ടെൻഷൻ, അയ്യോ ദൈവത്തെ ഈ ഹൗവയ്ക്ക് കർത്താവ് വരുന്നു, ഞാൻ അനുസരണക്കേടും കാണിച്ചു, എങ്ങനെ പോയി നിൽക്കും എന്നുള്ള ടെൻഷൻ പോലാണ് നമുക്ക് ഈ ഞായറാഴ്ച. ആരാധനയെ എങ്ങനെ ഞാൻ ആരാധിക്കും? കർത്താവ് എന്നെ ആരാധനയ്ക്ക് ഒരുക്കണേ, എൻ്റെ കുറവുകളെല്ലാം ക്ഷമിക്കണേ. ഇത് ഈ ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച രാവിലെ മാത്രമൊന്നുമല്ല, എല്ലാ ദിവസവും ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ. എൻ്റെ ഭവനമേതാ? നിത്യഭവനമാണ്. അപ്പോൾ അവിടാണ് പോകേണ്ടത്. അപ്പോൾ അത് ഓർപ്പിക്കുവാനാണ്, അത് എല്ലാ ദിവസവും ഓർപ്പിക്കുവാനാണ് ദൈവത്തിൻ്റെ ഭാഷ. അപ്പോൾ ഇവിടെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആത്മാവിൽ നടന്നാൽ നീ ജഡത്തിൻ്റെ അഭിലാഷ ഒന്നും നിവർത്തിക്കത്തില്ല. അത് ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അതങ്ങ് ഒത്തിരി എന്തുവാ KJV ഭാഷ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് പഴയ ഇംഗ്ലീഷായി പോകുന്നു. സാധാരണ ഭാഷ, സംസാര ഭാഷയെ പറഞ്ഞ നീ നിൻ്റെ മനസ്സിൻ്റെയും നിൻ്റെ പദ്ധതികളും ഒന്നും നിവർത്തിക്കത്തില്ല. ആമേനൊന്നുമില്ല. ഒത്തിരി പദ്ധതികൾ കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി പ്ലാനുണ്ട്. ഞാനത് ഐ വിൽ അക്കംപ്ലിഷ്, എൻ്റെ ഭാവി, എൻ്റെ ഫ്യൂച്ചർ, ഞാൻ ആ പദ്ധതികളെ നിവർത്തിക്കും എന്നുള്ള വളരെയധികം ആഗ്രഹത്തോടുകൂടി നമ്മളായിരിക്കുമ്പോൾ ബൈബിള് പറയുക, നീ ആത്മാവിൽ നടന്നാൽ നീ നിൻ്റെ ശരീരത്തിൻ്റെ അല്ലെ നിൻ്റെ മനസ്സിൻ്റെ, ഈ ജഡത്തിൻ്റെ അകത്ത് ഇതെല്ലാം വരുന്നുണ്ട്, ശരീരവും മനസ്സും എല്ലാം വരുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ നിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ പകുതി നിവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് 50-50 ഇഷ്ടമാണ്. പകുതി കർത്താവിന് വേണ്ടി, പകുതി എൻ്റെ പ്ലാൻസ്. ഒന്നും നിവർത്തിക്കത്തില്ല. ബൈബിൾ എന്തോ പറയുന്നത്? നിവർത്തിക്കത്തില്ല. നിൻ്റെ പദ്ധതി ഒന്നും നടക്കത്തില്ല. പിന്നെ ആരുടെ പദ്ധതി മാത്രമേ നടക്കത്തുള്ളൂ? ഇനി ഒന്നുമിന് എംഫസിസ് കൊടുക്കുകയും യേശുവിൻ്റെ പദ്ധതി മാത്രമേ അങ്ങനാ ബൈബിള് പറയുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതൊരു കംപ്ലീറ്റ് സമർപ്പണം. അതേ 50-50 പോളിസി ഒന്നും ഇവിടെ ഇല്ല. ക്രാക്ക് ജാക്ക് പോലല്ല, 50-50 അല്ല ഇത്. പകുതി ഉപ്പും പകുതി മധുരവും പരിപാടി അല്ല. ഒന്നി നീ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടപ്പോൾ എടുത്തപ്പോൾ ഒരു തീരുമാനമുണ്ട്, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, സമ്പൂർണ്ണ സമർപ്പണം. ഒന്നി അങ്ങനെ ഹല്ലേലൂയ. നമ്മുടെ ഭാവി, നമ്മുടെ പദ്ധതി, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതെല്ലാം താൽക്കാലിക ബന്ധമാണ്. കർത്താവ് തന്നു, അവരെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ട്രെയിൻ ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. യേശു കർത്താവ് പോലും അവിടെ ചെന്ന് പറഞ്ഞില്ലേ, 12 പേരെ എന്നെ ഏൽപ്പിച്ചു, ഒരുവൻ നാശയോഗ്യനായി, 11 പേരെ പിതാവേ ഞാൻ. പിതാവും പുത്രനും അല്ലെങ്കിൽ അവർ ഒന്നാണ്. അങ്ങനെ ഒരു കണക്ക് നമ്മൾക്ക് കാണിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാം? നമ്മളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക്. കർത്താവേ, സഭയിൽ ഇത്ര കൂട്ടു സഹോദരങ്ങളെ എന്നെ ഏൽപ്പിച്ചു, ദൈവം എനിക്ക് തന്ന അവസരങ്ങളെല്ലാം അവരെ എൻകറേജ് ചെയ്യുവാൻ ഞാൻ ഉപയോഗിച്ചു. കർത്താവേ, എനിക്ക് ഇത്ര മക്കൾ തന്നു, സഹോദരങ്ങളെ, അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അവരെ എൻകറേജ് ചെയ്യുവാൻ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ആത്മാവിൽ നടന്നാൽ നീ നിൻ്റെ ജഡത്തിൻ്റെ അഭിലാഷ, ഞാനതിന് ഒന്നുകൂടെ ഒന്ന് എംഫസിസ് കൊടുത്തോ, ഒന്നും നിവർത്തിക്കത്തില്ല. നിൻ്റെ ജഡത്തിൻ്റെ അഭിലാഷ നിവർത്തിക്കത്തില്ല. നൺ ഓഫ് യുവർ പ്ലാൻസ് ആർ ഗോയിങ് ടു വർക്ക് ഔട്ട്. പിന്നെ എന്ത് മാത്രമേ അല്ലെങ്കിൽ നടക്കത്തുള്ളൂ? അവിടാണ് നമുക്ക് ഈ വലിയ വിഷമം. കർത്താവിനോട് എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞാനൊരു ദൈവത്തിൽ എത്ര വില കൊടുത്ത് നിൽക്കുന്നു, പിന്നെയും കർത്താവ് എന്തിനാ ഈ നിന്നെയൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, ഇന്ന് ഈ കഷ്ടതയും രോഗവും പ്രയാസവും ഒക്കെ എന്തിന് കർത്താവെ? ഇവിടാണ് നമുക്കും കർത്താവുമായിട്ടൊരു ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പ്രൈസ് ലോർഡ്. അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. നമ്മൾ പോകുന്ന കറക്റ്റ് പദ്ധതിയിൽ കൂടെ
പരീക്ഷയിൽ കൂടാണോ പോകുന്നത്? കറക്റ്റ് വഴി കൂടാ പോകുന്നത്. പരീക്ഷയിൽ കൂടെ അല്ല പോകുന്നെങ്കിൽ നീ ഒന്ന് ചിന്തിക്കണം, എവിടോ ലോകസ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോയി. ആത്മാവിനാൽ ഇത് തമ്മിൽ കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നൊക്കെ നമുക്ക് പറയാം. നീ ആത്മാവിനാൽ നടന്നാൽ നിന്റെ ഒരു പദ്ധതി നടക്കത്തില്ല. ജഡത്തിൻ്റെ അഭിലാഷ, നോ നോ, യുവർ പ്ലാൻസ് നോ. നീ ആത്മാവിനാൽ നടന്നില്ലെങ്കിൽ ഇതെല്ലാം നടക്കും. ലോകമനുഷ്യർ പറയുന്ന പോലെ ഡ്രീം നടക്കും നടക്കും ഒരു 10 പ്രാവശ്യം അതൊക്കെ അതൊക്കെയാണ് ഇവിടെ പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ ഒന്ന് കട കൊടുത്താൽ ഇന്നത്തെ പ്രാസംഗികന്മാർ കൊടുത്തേക്കായി നടക്കും നടക്കും എന്ന് പറഞ്ഞ് നടക്കും. നിങ്ങൾ ഈ സ്റ്റേഡിയം റൗണ്ട് 1000 പ്രാവശ്യം നടന്നിട്ട് പറയുക നടക്കും നടക്കും എന്ന് പറഞ്ഞാലും ബൈബിള് പറയുന്നു നീ ആത്മാവിനാൽ നടന്നാൽ നിന്റെ പദ്ധതി ഒന്നും നടക്കത്തില്ല. ഈ സത്യം നമ്മുടെ മനസ്സിലൊന്ന് ശരിക്കും പതിഞ്ഞാൽ പിന്നെ കർത്താവേ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചൊന്നും പ്രാർത്ഥിക്കത്തില്ല. എൻ്റെ ഇഷ്ടമല്ല. യേശു ആ പ്രാർത്ഥനയല്ലേ പഠിപ്പിച്ചുള്ളൂ. നമുക്ക് വേറെ റോൾ മോഡൽസ് വല്ലതും ഉണ്ടോ? അയ്യോ ഞാൻ ഇന്നവർ പ്രാർത്ഥിക്കുന്ന കണ്ടല്ലോ, ലിസ്റ്റ് എഴുതി വെച്ച് പ്രയർ ടവർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ കൂട്ടത്തിലുള്ളവർ പ്രാപിച്ചെല്ലാം നേടിയല്ലോ. ഞാൻ ഈ കാത്തലിക്സിനടുത്തും യാക്കോബക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ദേവദാസന്മാരൊക്കെ ഇരിക്കുന്നല്ലോ, ഞങ്ങൾ ആരോടൊക്കെ കർത്താവിൻ്റെ വാനം പറയാം. അവർ പറയുന്ന ഒരു കാര്യമാണ് സമുദായക്കാർ, ഞങ്ങൾ എന്തിനും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മാതാവ് ഞങ്ങൾക്കെല്ലാം തരുന്നുണ്ടല്ലോ. സ്ഥിരം കേൾക്കുന്നതല്ലേ ജോസേട്ടാ, നമ്മുടെ റിലേറ്റീവ്സൊക്കെ നിങ്ങളുടെ അടുത്ത് എന്തിനു പറഞ്ഞു? ഞങ്ങൾ അപേക്ഷിക്കുന്നു, മാതാവ് ഞങ്ങൾക്കെല്ലാം തരുന്നു. അപ്പോൾ എന്തെങ്കിലും കിട്ടാനാണെങ്കിൽ എവിടാ ചെല്ലേണ്ടത്? ഇവിടെ അടുത്ത് പല പോയിൻറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ പൊക്കോണം. കിട്ടും. ഇന്നത്തെ പ്രാസംഗികർ പറഞ്ഞാൽ കിട്ടും. ലോകത്തിൻ്റെ പ്രഭു തരും. യേശുവിനോട് വരാൻ പറഞ്ഞു, യേശുവിന് ഞാൻ തരാം. ഈ നാണമില്ലാത്തവൻ പോയി നിൽക്കുമോ യേശുവിൻ്റെ മുമ്പിൽ തരിയത്? അവന് ഉളുമ്പുണ്ടോ? അവൻ ജീവിക്കുന്നത് കർത്താവിൻ്റെ കൃപയിലല്ലേ. ആ സ്വർഗത്തിൽ നിന്ന് അന്ന് അടിച്ചു താഴെ ഇട്ടല്ലേ ഉള്ളൂ. ഞാനോ വല്ലോ കർത്താവിൻ്റെ പകരം അല്ലെങ്കിൽ ആ പകരം എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ഒന്ന് ദഹിപ്പിച്ച് കളഞ്ഞു. ഈ ശല്യം ഇനി ലോകത്തിൽ പാടില്ല എന്ന് വെച്ച്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു പിശാചിനും ലൂസിഫറിനും സാത്താനും ഒക്കെ അല്ല ആ സൈന്യത്തിന് വീണദൂതന്മാരുടെ കൂട്ടത്തിന് ദൈവം ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തിരിക്കുക. നമുക്ക് ഗ്രേസ് ഉള്ള പോലെ അവന് മാനസാന്തരപ്പെടാൻ, അവനെ അവസാനം അവൻ്റെ ചിറക് കൂട്ടിക്കെട്ടി പറന്നു പോകാതിരിക്കാനായിരിക്കും എന്തോ ചങ്ങലയിലിട്ട് അവനെ അഗാധ കൂപത്തിൽ നിത്യമായിട്ട് തള്ളിയിടണമെങ്കിൽ, ദൈവം നീതിമാനായിട്ട് നിന്ന് ആ ന്യായവിധിയും കൂടെ നടത്തണമെങ്കിൽ ഞാൻ നിനക്ക് 2000-ൽ പരം അല്ലെ 6000 വർഷം അല്ലെ അതിന്മേലുള്ള വർഷം ഞാൻ നിനക്ക് തന്നു മാനസാന്തരപ്പെടാൻ. നീ എൻ്റെ ഹല്ലേലൂയ സ്വർഗത്തിൽ ആരാധന നയിച്ചുകൊണ്ടിരുന്ന പ്രധാന ദൂതനാണ്. ചിറക് വിടർത്തുമ്പോൾ പല ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടും മാഗ്നിഫിസൻറ്റ് എന്നെഴുതിയിരിക്കുന്നത്. ആ ചിറക് മാത്രമല്ല, ആ വർഷിപ്പും ആ സൗണ്ടും ദൈവം കൊടുത്ത മനോഹരമായിട്ട് സൃഷ്ടിച്ച ഒരു കെരൂബാണ്. ആരാധന നയിക്കുവാൻ സൃഷ്ടിച്ച ഒരു കെരൂബ്. അഹങ്കരിച്ചു. എത്രത്തോളം അവൻ അഹങ്കരിക്കാൻ തക്കതായ രീതിയിലാണ് ദൈവം അവനെ സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ അതുപോലും മനോഹരമായിരുന്നു. പക്ഷേ അഹങ്കരിക്കുവാൻ അല്ല അവനെ സൃഷ്ടിച്ചത്, ആരാധന നയിക്കുവാനാണ് അവനെ സൃഷ്ടിച്ചത്. അവൻ അഹങ്കരിച്ചു. അവൻ്റെ കൂടെ അനുസരണക്കേട് കാണിച്ച എല്ലാ ദൂതന്മാരെയും കൂടി തട്ടി. എന്നിട്ട് അവനാ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നത് ഇതെല്ലാം ഞാൻ നിനക്ക്, ഇതിൻ്റെ ശരിക്കുള്ള ഓണർ ആരാ? ഓണറിനോട് പറയുക ഞാൻ നിനക്ക് തരാം. ആരെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിൽ അവിടെ വന്ന് പറയുക നിങ്ങളെ ഞാനിവിടെ താമസിക്കാൻ അനുവാദം തരാം, നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കും. ഇതല്ലേ കർത്താവ് ശരിക്കും വന്ന് പിന്നെ ആ അനുസരിച്ച് ബൈബിളിൽ നടന്ന അല്ലെങ്കിൽ കർത്താവ് മനുഷ്യനായിട്ട് വന്ന ആ ഇൻസിഡൻസ് എല്ലാം നമ്മൾ ഈ ലോകത്തിൽ കൂടി കടന്നു പോകുന്ന ഈ ജീവിതത്തിൽ ഒരു എക്സാം. അതിനെ കർത്താവ് സ്നാനപ്പെട്ടത്. കർത്താവിന് സ്നാനപ്പെടേണ്ട ആവശ്യം വല്ലതും ഉണ്ട്? ഇല്ല. കർത്താവ് കുടുംബത്തിൽ താമസിച്ച മാതാപിതാക്കന്മാരെ 30 വയസ്സ് വരെ അനുസരിച്ച് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പിന്നെ പിതാവിനെ അനുസരിച്ച്. അപ്പോൾ ഈ മാതൃകകളെല്ലാം എന്തുവാ? ഇതെല്ലാം നമുക്കൊരു നല്ല മാതൃകയായിട്ട് വിശന്നു, ദുഃഖിച്ചു, അവിടെ പോയിരുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. അവരൊന്നാ. ആ ഒരു പ്രാർത്ഥനയേക്കാൾ അവർ ഈ പദ്ധതി, രക്ഷാപദ്ധതി ഒന്നിച്ചാ ചെയ്തത്. എങ്കിലും നമുക്കൊരു മാതൃകയായിട്ട് കംപ്ലീറ്റ്ലി നമുക്കൊരു റോൾ മോഡലായിട്ട്. അതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ നായകൻ അതിനെ പൂർത്തി വരുത്തുന്ന ആ ഒരു ലൈഫാണ്, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ സുവിശേഷങ്ങളുടെ അകത്ത് എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ ജീവിതം. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇനി ആർക്കും പറയാൻ പറ്റത്തില്ല. ഹിന്ദുക്കൾക്ക് വരെ അറിയാം. അവർ വരെ കരുണാമയം ജീസസും ഒക്കെ മൂവി കണ്ടതാണ്. യേശുവിൻ്റെ ജീവിതം അവർക്ക് വരെ അറിയാം. പ്രൈസ് എല്ലാ ജാതികൾക്കും അറിയാം. അപ്പോൾ ആർക്കും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത് മാതൃകയോടുകൂടി. സ്തോത്രം. അപ്പോൾ ഇവിടെ കണ്ടു ആത്മാവിനാൽ നടപ്പേൻ. 17-ാമത്തെ വാക്യം, നിങ്ങൾ ഇച്ഛിക്കുന്നത് നടക്കത്തില്ലെന്നാ ഈ വാക്യത്തിൻ്റെ അകത്ത്. 16-ാമത്തെ വാക്യത്തിനകത്ത് എടുക്കുന്നത്
നിങ്ങൾ ഇച്ഛിക്കുന്നത് നടക്കത്തില്ല. 17-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന നിങ്ങൾ ഇച്ഛിക്കുന്നത് നടക്കാത്ത വണ്ണം അവ തമ്മിൽ പ്രതികൂലമാണ്. ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്ന എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. സ്തോത്രം. നടക്കാൻ പോകുന്നില്ല. തിങ്സ് ആർ നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ആസ് യു വിഷ് എന്നാണ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ കാരണം എന്നാണെന്നറിയാം. ഈ ജഡം, ഞാൻ പറഞ്ഞില്ല, ജഡം എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടെ ഞാൻ അതിനെ സാധാരണ ഭാഷയാക്കുക. നമ്മുടെ ശരീരവും മനസ്സും ആഗ്രഹിക്കുന്നതും ഈ ആത്മാവ് ആഗ്രഹിക്കുന്നതും തമ്മിൽ എന്തുവാണ്? ഒരല്പം ചേർച്ച പോലുമില്ല. എൻറ്റയർലി ഓപ്പോസിറ്റ്. ജഡം ആഗ്രഹിക്കുന്ന എനിക്കിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് എന്തിനും കുറവില്ലാതെ, അതിനാണ് ഞാൻ ഈ ഇടയ്ക്ക് പണക്കാരെന്നൊക്കെ ഉദ്ദേശിക്കും. പണം വേണമല്ലോ എല്ലാത്തരം. ഒന്ന് സുഖം, സന്തോഷം, ബഹുമാനം, ദേശത്ത് മാനിക്കപ്പെടുക, ഒന്ന് ആഗ്രഹിക്കുമ്പോൾ അപ്പം അത് കിട്ടണം. ഒന്നിനും കുറവില്ലാതെ ആഗ്രഹിക്കണം എന്നാണ് എൻ്റെയും നിങ്ങളുടെയും പൗലോസിൻ്റെയും എല്ലാവരും. ജഡമാണോ മണ്ണിൽ നിന്ന് വന്നുകൊണ്ട് ലോകത്തിൽ വലിയവനായി തീരുവാൻ ഉള്ള ആഗ്രഹം. എൻ്റെ ആത്മാവോ? ആത്മാവിൽ നിറഞ്ഞാണ് പൗലോസ് പറയുന്നത്, എൻ്റെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും വേണ്ടില്ല, എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ എന്ത് ചെയ്യണം? പ്രൈസ് ലോർഡ്. എൻ്റെ പുറത്തെ മനുഷ്യൻ ഓരോ ദിവസവും ക്ഷീണിച്ച് പോകുക. ഡസൻറ്റ് മാറ്റർ. എൻ്റെ അകത്തെ മനുഷ്യൻ ഷുഡ് ബി റിന്യൂ ഡേ ബൈ ഡേസ്. ഇതെത്ര പേരാണ് പ്രാർത്ഥിക്കുന്നത്? ഡേ ബൈ ഡേ എന്ന് പറഞ്ഞാൽ 7 ദിവസം കഴിയുമ്പോൾ 7 ഇരട്ടി പുതുക്കം പ്രാപിക്കണം. തിങ്കളാഴ്ചയേക്കാൾ കൂടുതൽ ചൊവ്വാഴ്ച, അങ്ങനെയല്ലേ? നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. റിന്യൂ ഡേ ബൈ ഡേ. പുതുക്കം പ്രാപിക്കുമ്പോൾ അതിനെല്ലാ രീതിയിലും അതിനൊരു സ്വഭാവത്തിനൊരു മാറ്റം, നമ്മുടെ കാഴ്ചപ്പാടിനൊരു മാറ്റം, അത് ലോകം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ. ആ മാറ്റം കർത്താവിനെ പോലായിത്തീരും. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നു, ജഡാഭിലാഷം, ആത്മാവ്, ഇത് തമ്മിൽ വിരോധമാ. നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം നടക്കാത്ത വണ്ണം ഇത് വിരോധമാണ്, പ്രതികൂലമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ, നിക്കോദിമോസും ഒക്കെ വന്ന് കർത്താവിനോട് ചോദിക്കുക. ആ ചോദിച്ച ചോദ്യത്തിൽ കർത്താവ് പറഞ്ഞ് തന്നോട് സംസാരിച്ച കാര്യത്തിൽ ചില കാര്യങ്ങൾ ആ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ സുവിശേഷം നിക്കോദിമോസിനോട് സംസാരിച്ച ആ ഭാഗം, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, 3:6, John 3:6. എന്നിട്ടാണ് താഴോട്ട് വരുമ്പോൾ രക്ഷയെപ്പറ്റി പറഞ്ഞ്. ഈ ജഡത്തിന് എപ്പോഴും എന്തുവാണ്? ജഡത്തിൽ ജനിച്ച ഈ ശരീരം, നിങ്ങൾ ഈ കാണുന്ന സാംസൺ എന്തിൽ ജനിച്ചതാണ്? ജഡത്താൽ ജനിച്ചതാണ്. എന്തുമായിട്ടാണ് ബന്ധം? ലോകവുമായിട്ടാണ് ബന്ധം. നിങ്ങൾക്ക് കാണാത്ത ഒരു അഹത്തെ മനുഷ്യനുണ്ട്. ആ അഹത്തെ മനുഷ്യൻ ആരുമായിട്ടാണ് ബന്ധം? കർത്താവുമായിട്ടാണ് ബന്ധം. നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ പുറത്ത് കാണുമ്പോൾ ഉള്ള മനുഷ്യൻ എപ്പോഴും ലോകത്തോടുള്ള മാഗ്നറ്റിക് അട്രാക്ഷനാണ്. എൻ്റെ അകത്തുള്ള നിങ്ങൾക്ക് കാണാത്ത ഒരു അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ, കർത്താവുമായിട്ടാണ് ബന്ധം. ഇവർ തമ്മിൽ ഭയങ്കര, ഈ ഓണമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, നിങ്ങൾ ഒത്തിരി വടംവലിയൊക്കെ കണ്ടില്ലേ? ഇത് തന്നെയാണ്. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ആത്മീയ മനുഷ്യന് ബലമുള്ളത് കൊണ്ട് വലിച്ച് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനാണ് ഈ ആത്മീയ മനുഷ്യൻ ശ്രമിക്കുന്നത്. ആമേൻ പറഞ്ഞ് നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ ലോക വിഷയത്തിൽ ഇടപെടുമ്പോൾ തൊട്ട് ലോകത്തിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ ടെൻഷൻ, അതിൻ്റെ ഭാരം, ഇവ കേൾക്കുന്ന വചനം ഒന്ന് ഫലവത്താകാതിരിക്കത്തക്കവണ്ണം ദ കെയർസ് ഓഫ് ദിസ് വേൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഭാരം എല്ലാം കൂടി ആ വചനത്തെ അങ്ങ് ഞെരുക്കിക്കളയും. പിന്നെ എങ്ങനെയാണ് നമ്മളൊന്ന് ബലം പ്രാപിക്കുന്നത്? അപ്പം ഇവിടെ നമ്മൾ കണ്ടു, നിക്കോദിമോസോട് സംസാരിച്ചപ്പോൾ യേശു പറയുക, ഈ ജഡത്തിൽ ജനിച്ച്, ഈ മണ്ണിൽ നിന്ന് ജനിച്ച മനുഷ്യൻ, സ്തോത്രം, ആ ജഡത്താൽ ജനിച്ചത് ജഡിയനും ആത്മാവിനാൽ. ഇത് ഒരു ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ചാലും ഇത് പിന്നീട് പൗലോസ് ഇതിൻ്റെ അർത്ഥം എടുത്ത് പറയുന്നുണ്ട്. ഈ രക്ഷിക്കപ്പെട്ട സഭയോടൊക്കെ ചേർന്ന് ഒത്തിരി നമ്മുടെ ഭാഷയിൽ പെന്തിക്കോസുകാരനോ ദൈവമക്കളെന്നോ ഒക്കെ പറഞ്ഞു, എങ്ങനെ വേണേലും അതിനെ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ആരുണ്ട്? നല്ലൊരു ഭാഗം ജഡീകരുണ്ട്. ഈ ജഡീകർക്ക് എപ്പോഴും എന്തുവാണ്? അവരുടെ ഉപവാസം, അവരുടെ പ്രാർത്ഥന, അവരുടെ ആഗ്രഹം, ഉപവാസത്തിനൊക്കെ വിഷയങ്ങൾ എന്തുവാണെന്നറിയാം? ലിസ്റ്റ്. ചില വലിയ ഇഷ്ടം, എല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ വലിയ ഇഷ്ടം. കാര്യം അവിടെ അല്ലേ ഉള്ളൂ സ്വന്തം വിഷയങ്ങൾക്ക് അങ്ങോട്ട് ഫോക്കസ് കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് തന്നെ 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 തന്നെ, ആ സഹോദരി കൊടുക്കണേ, ഈ സഹോദരന് കൊടുക്കണേ, ആ കുടുംബത്തിന് കൊടുക്കണേ, കൊടുക്കണേ കൊടുക്കണേ, തരണേ 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 തരണേ. ഇതൊക്കെ നമ്മുടെ ഇടയ്ക്കുള്ള സ്ഥിരം പരിപാടിയാണ് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു നാലാം തലമുറ വിശ്വാസിയാണ്. എൻ്റെ വലിയപ്പച്ചൻ ഉപദേശിയായിരുന്നു, അപ്പൻ ഉപദേശിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ദൈവമക്കളുടെ ഇടയ്ക്കും ഇതിൻ്റെ ഈ ടൈപ്പ് ശുശ്രൂഷകളുടെ ഇടയ്ക്കും ഇതൊന്നും ഒത്തിരി പണ്ടില്ലായിരുന്നു.
പക്ഷേ ഈ കഴിഞ്ഞ 10-20-30 വർഷമായിട്ടുള്ളതാണ് ഈ ലിസ്റ്റ് വെച്ചുള്ള ആ യോങ്കിച്ചോ ആ ഒരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ അവിടെ കിടന്ന് ഭയങ്കര സർക്കുലേഷൻ ആയിരുന്നു എൻ്റെ കൊച്ചിലെയൊക്കെ. ഞാൻ ഓർക്കുന്നു 83-84 അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പലരും അതിനെ സ്പൈറൽ ബുക്ക് കോപ്പി എടുക്കുകയും അവിടെയൊക്കെ സൗദിയിലൊക്കെ അതിനെ പുസ്തകം കിട്ടത്തില്ല, സ്പൈറൽ ബുക്ക് കോപ്പി എടുത്തുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞാൽ പിന്നെ അത് മലയാളത്തിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് വിശ്വാസത്തിൻ്റെ അത്ഭുത താക്കോൽ. ഭയങ്കര ദുരുപദേശമാണ് കേട്ടോ, ആരും അത് വായിച്ചും വീടൊന്നും പോകല്ലേ. നിങ്ങളത് മോഹിച്ചോ ആഗ്രഹിച്ചോ പിന്നെ 9 മാസം ഒരു ഗർഭിണി പ്രസവിക്കുന്ന പോലെ ആ കാര്യം അങ്ങോട്ട് ഉളവാകും. എന്ന് വെച്ചാൽ ദൈവം ഇങ്ങനെ ഓടി നടന്ന് ആ കാര്യം നിൻ്റെക്ക് തരും. നീ എൻ്റെ മോഡൽ നമ്പറും അതിൻ്റെ കറക്റ്റ് അളവും കാര്യവും എല്ലാം പറയണം എന്ന് അതിൻ്റെ തെളിയിക്കും. ബൈബിൾ എന്തോ പറയുന്നത്? കിട്ടും, ഇപ്പം കിട്ടും. ആത്മാവിൽ നടക്കാനാണ് നിന്നെ വിളിച്ചെങ്കിൽ, അതാണ് ഞാൻ വായിച്ചത്. നീ ആത്മാവിൽ ജനിച്ചവനാണെങ്കിൽ നീ ആരാ? ആത്മീയനാ. നീ ജഡത്തിൽ ജനിച്ചവനാണ്, നീ ആരാ? ജഡീകനാ. അതുകൊണ്ട് ലാസ്റ്റിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ആത്മീയൻ ഇനിയും എന്തായി തീരട്ടെ? ആത്മീയനായി തീരട്ടെ. ജഡീകൻ ഇനി എന്തായി തീരട്ടെ? ഇത് 2 കൂട്ടരും ഇത് ജാതികളോട് പറഞ്ഞതല്ല, സഭയോട് പറഞ്ഞതാ. അപ്പോൾ ഈ സഭയ്ക്കകത്ത് എന്തുണ്ട്? ജഡീകനും ആത്മീയനും ഉണ്ട്. എത്ര ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടാലും ഫോക്കസ് മുഴുവനും ലോകം ലോകം ലോകം. ഇവിടുത്തെ ധനത്തിൻ്റെ വർധന, ബിസിനസ് ആയിക്കോട്ടെ, സുഖമായിക്കോട്ടെ, എന്തും ലോകത്തിൻ്റെ എന്തവസ്ഥ ഏത് ഏരിയയിലും അവിടെ ഒരു വർധനവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നീ ആരാ? നീ ആത്മാവിൽ ജനിച്ചവനല്ല. എത്ര കർത്താവ് പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാകുന്നത് ഇങ്ങനാണെങ്കിൽ വലിയ പാടാ. പിന്നെ അങ്ങോട്ട് പാസ്റ്ററല്ല, ഇനി ദൂതൻ ബൈബിളിൽ തരുന്ന ഇനി കർത്താവ് ഇറങ്ങി വന്ന് പറഞ്ഞാലും അവരങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അവരുടെ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം ജഡീകമായിരിക്കും. ബിക്കോസ് നീ വെറും ജഡത്തിൽ ജനിച്ചവനാ, ജാതികളെ പോലെ. പക്ഷെ നീ ബൈബിൾ പറയുന്നു, നിക്കോദിമോസിനോട് പറഞ്ഞു ആത്മാവിൽ ജനിച്ചവനാരാ? ഇത് പൗലോസ് ഇത് വീണ്ടും എടുത്ത ലേഖനങ്ങളെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം. എന്നിട്ട് അവിടെ വേറൊരു കാര്യം കൂടി അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആത്മീയർക്ക് മാത്രമേ ആത്മാവ് പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. ഈ ആത്മാവിൽ ജനിച്ചവന് മാത്രമേ പരിശുദ്ധാത്മാവ് പറയുന്നത് അല്ലാത്തവൻ എപ്പോഴും പണം 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 പണം, ഡോളർ ഡോളർ, ഇങ്ങനെ ഇങ്ങനെ ആ ഡോളർ സൈനും പണത്തിൻ്റെ സൈനും ഒക്കെയാണ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. കണ്ണടച്ച ഉടനെ അതാണ് ആഗ്രഹം. ദർശനം കണ്ടു, സ്വപ്നം കണ്ടു, ആ കർത്താവ് വഴിയൊരുക്കി. ഈ ഒഴുക്കുന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ, ഈ ഒഴുക്കുന്ന എല്ലാ വഴിയും കർത്താവിൻ്റേതൊന്നുമല്ല. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായതൊക്കെ വേണം. കർത്താവ് തന്നാലും സ്തോത്രം. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതമല്ലേ നമുക്ക് മാതൃക. അതല്ലാതെ എന്തെങ്കിലും ഒരു മാതൃകയുണ്ടോ ബൈബിളിൻ്റെ അകത്ത്? ബൈബിളിൻ്റെ അകത്ത് ഇല്ലാത്ത ഒരു മാതൃക നമുക്ക് വേണ്ട. സ്തോത്രം. നമ്മുടെ ജീവിതം അനേകരെ ഒന്ന് എൻകറേജ് ചെയ്യട്ടെ ദൈവമക്കളെ. സ്തോത്രം. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ എൻകറേജ്ഡ് ആയി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ഇവർ തമ്മിൽ യെസ് സ്തോത്രം. 18-19 വായിച്ചേ. യെസ് മതി. 18-ാമത്തെ വാക്യത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ 4-ാം അധ്യായം 5-ാം അധ്യായം 3-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ കണ്ടു, നിങ്ങളെ ഈ മാറ്റിക്കളഞ്ഞ് നിങ്ങളുടെ ഇടയ്ക്ക് വന്ന് ശുശ്രൂഷിച്ച ഏതോ ഒരു പ്രീച്ചർ, ആരാന്ന് അറിയത്തില്ല, ആരാന്ന് എഴുതിയിട്ടുമില്ല അപ്പോസ്തലൻ. പക്ഷേ ആ വ്യക്തി ആരായാലും ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ലോർഡ് വിൽ കം അപ്പോൺ ഹിം എന്ന് നമ്മൾ ഇവിടുത്തെ ഈ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അപ്പം നിങ്ങൾ ഈ ശരിക്കുള്ള സുവിശേഷം ക്രൂശൻ്റെ വചനത്തിന് മാറ്റി മറ്റൊരു സുവിശേഷത്തിലേക്കാക്കി. എന്നിട്ട് ഗലാത്യരോട് ചോദിക്കുക, ആ ബുദ്ധിയില്ലാത്തോ ഫൂളിഷ് ഗലേഷ്യസ്, നിങ്ങൾ ആരാന്ന് പോലും, നിങ്ങളുടെ കോളിംഗ് പോലും നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ ആത്മാവിൽ തുടങ്ങി ഇപ്പം ജഡത്തിൽ അവസാനിക്കുക. അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് ഉണർത്താൻ വേണ്ടി, എന്തോ പറ്റിയ നിങ്ങൾക്ക്, വാട്ട് ഹാപ്പൻ ടു യു? നിങ്ങളിങ്ങനെ അല്ലായിരുന്നല്ലോ, എന്തോ നിങ്ങൾ നല്ല ആത്മാവിൽ തുടങ്ങി രക്ഷിക്കപ്പെട്ട് നല്ലൊരു കൂട്ടമായിട്ട് നിൽക്കുന്ന കണ്ടതല്ലേ, എന്ത് പറ്റി നിങ്ങൾക്ക്? അപ്പോൾ ആരോ വന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ, പല പ്രീച്ചേഴ്സ് വന്ന് ദൈവദാസനും വിചാരിച്ചു ആ പ്രീച്ചർ വരുമ്പോൾ ആൾ കൂടുന്നുണ്ട്, വരട്ടെ വരട്ടെ, ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് വരുത്തി അവർ കാണുന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന പറഞ്ഞു പോയി. അതിൻ്റെ അകത്ത് സംഭവിച്ച അനന്തഫലമാണ് ഗലാത്യ സഭയിലും കൊരിന്ത്യ സഭയിലും ഒക്കെ ഉണ്ടായ ജഡത്തിൻ്റെ അവസാനം. പരിശുദ്ധാത്മാവ് ഇടപെടുക, ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുന്ന പരുവത്തിലായി നിങ്ങളൊന്ന് ആത്മാവിൽ നടപ്പി. അപ്പോൾ ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ന്യായപ്രമാണം പഴയ നിയമമാണ്. അതുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്ന റോമാലേഖനത്തിലും എബ്രായ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട്.
ന്യായപ്രമാണം കൊണ്ട് ആരും നീതീകരണം പ്രാപിക്കുന്നില്ല. അവിടെ കുറച്ച് പ്രവൃത്തികളേ ഉള്ളൂ. ഇവിടെ അങ്ങനല്ല. ഇവിടെ വിശ്വാസമാ, ഇതൊരു ബന്ധമാ. ഇറ്റ് ഈസ് എൻ ഇറ്റേണൽ റിലേഷൻഷിപ്പ്. യേശുവുമായിട്ടൊരു നിത്യബന്ധമാണ്. അവിടാണ് നമുക്ക് പുതുക്കവും അടുപ്പവും ഒക്കെ കർത്താവിനോട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ന്യായപ്രമാണത്തിൽ ശരിയാ. ന്യായപ്രമാണത്തിൽ നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയൊക്കെ ഓർപ്പിച്ചതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. അവിടെ മനോഹരമായ വസ്തു ദേശം അളർന്നു കൊടുത്തു. മനോഹരമായ ദേശം അവിടെ കിട്ടി. ഓരോ ഗോത്രത്തിന് കിട്ടി. പിന്നെ അവിടാണ് എബ്രഹാമിൻ്റെ ആടുമാടുകളെന്നോ ലോത്തിൻ്റെ ആടുമാടുകളെന്നോ യോസെഫിന് ദേശത്ത് കിട്ടിയ സ്ഥാനമെന്നോ. പണ്ടൊരു ദേവദാസൻ പ്രസംഗിക്കുന്നത് കണ്ടു, യോസെഫിന് അപ്പൻ്റെ കൂടെ നിന്നപ്പോൾ എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ഒരു പലവർണ്ണ കളറുള്ള ഒരു ഡ്രസ്സ് കിട്ടി. പക്ഷേ യോസെഫ് ഫറോൻ്റെ കൂടെ നിന്നപ്പോഴോ അപ്പോഴത്തേക്ക് ഒരു സ്ഥലത്തു നിന്ന് ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കൂട്ടത്തിലും പോയിട്ടില്ല. ആ ഏരിയ ഞാൻ അവരുടെ ഒരു കൂട്ടത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവരുടെ ഒരു പ്രധാന മീറ്റിങ്ങിന് വിളിച്ചതാണ്. ഞാൻ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി. ആമേൻ പറഞ്ഞപ്പം ഇടയ്ക്കൊന്ന് വാക്കൗട്ട് ചെയ്യാൻ പോയില്ല. കർത്താവ് പറഞ്ഞു അതും ചെയ്യും, അതിനൊരു മടിയില്ല, ചെയ്തിട്ടുമുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു അത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കേട്ടു ആ സഹോദരിമാരുടെ സൈഡിൽ നിന്ന് എന്നൊക്കെ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം അവരെ വളരെ നല്ല സഹോദരന്മാർ ശ്രദ്ധിച്ചു പോലും കാണത്തില്ല എന്തോ പറഞ്ഞ്. അവരിങ്ങനെ ആമേൻ പറഞ്ഞിരുന്ന് കാണും. സഹോദരന്മാർ നല്ലപോലെ റിയാക്ട് ചെയ്തു അതിന്. അപ്പോഴത്തേക്കും ഒരു വലിയൊരു ഓളം പോലൊരു സൗണ്ട്. യോസെഫ് ഫറോനോട് നിന്നപ്പോഴോ അവൻ ഫറോൻ കഴിഞ്ഞിട്ടുള്ള സ്ഥാനം ലോകത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവനായി തീർന്നു. അപ്പോഴത്തേക്കും ഒരു ആമേൻ ഹല്ലേലൂയ. ഇത് വല്ല ആത്മാവിലുള്ള ശുശ്രൂഷയാണോ? ഇത് ഈ വചനവുമായിട്ട് വല്ലതും ചേർന്ന് പോകുന്നതാണോ? ഇതുപോലത്തെ പ്രസംഗമല്ലേ ഈ ഗലാത്യ സഭയിലും കൊരിന്ത്യ സഭയിലും വന്നവിടെ പറഞ്ഞിട്ട് ജാതികൾ കേട്ടാൽ അറയ്ക്കുന്ന പാപം കൊരിന്ത്യ സഭ. അതിനാർക്കും പ്രോബ്ലം ഇല്ല. എന്നാലും ഐ വാണ്ട് മൈ ഡ്രീംസ് ടു ബി ഫുൾഫിൽഡ്. എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ സാക്ഷാത്കരിക്കണം. ആത്മാവിനാൽ നടന്നാൽ നിൻ്റെ ജഡത്തിൻ്റെ പദ്ധതികളൊന്നും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, സ്തോത്രം, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരല്ല. നിങ്ങൾ ശരിക്കും ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ പുതിയ നിയമ ഭക്തരാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൻ്റെ കീഴിലുള്ള അല്ല. ന്യായപ്രമാണത്തിലൊരു സെറ്റ് ഓഫ് റൂൾസേ ഉള്ളൂ. ഇവിടെ യേശുവുമായിട്ടൊരു ബന്ധമാണ്. യേശുവിൻ്റെ മണവാട്ടിയായിട്ടാണ് തീർക്കാൻ പോകുന്നത്. പഴയ നിയമ ഭക്തരെക്കാൾ വലിയൊരു വിളിയാണ്. പഴയ നിയമ ഭക്തരിൽ ഏറ്റവും ശ്രേഷ്ഠൻ യോഹന്നാൻ സ്നാപകനാണെങ്കിൽ യേശു പറയുക, എന്നിൽ കൂടി വീണ്ടും ജന്മം പ്രാപിച്ചവൻ അവനേക്കാൾ വലിയവൻ. സ്തോത്രം. എബ്രഹാമിനേക്കാൾ, ഇസാക്കിനേക്കാൾ, യാക്കോബിനേക്കാൾ, ഹെസ്കിയലിനേക്കാൾ, യെശയ്യാവിനേക്കാൾ, യെരമ്യാവിനേക്കാൾ, ദാനിയേലിനേക്കാൾ ഒക്കെ വലിയവനാണെന്ന് ഞാൻ. എൻ്റെ വിളി അവരാരും മണവാട്ടിയായി തീരത്തില്ല. വചനം പറയുന്നു. ഞാനും കർത്താവ് മണവാളനും മണവാട്ടിയും മണിയറയ്ക്കകത്ത് കയറി കഥ അടയ്ക്കും. ദാറ്റ്സ് ഇറ്റേണൽ റിലേഷൻഷിപ്പ്. വി വിൽ സ്പെൻഡ് ടൈം ടുഗെദർ. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കും, ഞങ്ങൾ ഒന്നിച്ച് ഭരിക്കും. കർത്താവിനോടുകൂടി രാജാക്കന്മാരായിട്ട് പുരോഹിത. അപ്പോൾ യേശുവും ഞാനും ഒന്നായി തീരുവാ. വെറും ഒരു കുടുംബം എന്നല്ല, ഞങ്ങൾ ഒന്നായി തീരുക. ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു ഡീപ്പ് എക്സാമ്പിളാണ്. ബിക്കോസ് ദേ ആർ വൺ. അവരിനി രണ്ടല്ല, ഒന്നത്രേ. അതേ പരിശുദ്ധാത്മാവ് പറഞ്ഞില്ലേ? അപ്പോൾ യേശുവും ഞാനും ഇനി രണ്ടല്ല, യേശുവിൻ്റെ തുല്യമാക്കി തീർക്കുക. അത് അധികാരത്തിലും സ്വർഗത്തിൽ കർത്താവ് എല്ലാ സർവ അധികാരത്തിൻ്റെയും സ്വർഗീയ സൃഷ്ടികളുടെ മേലും അധികാരമുള്ളവരാണെങ്കിൽ ഞാനും ഇനി ആരായിത്തീരും? ഈ സ്വർഗീയ സൃഷ്ടികളുടെ മേൽ. ചില പേർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൂതന്മാരെ പോലാം. നോ, ദൂതന്മാരെ പോലല്ല. ഇറ്റ്സ് മച്ച് ബിയോണ്ട് ദാറ്റ്. ദൂതന്മാർ ഇവിടും എൻ്റെ സേവകാത്മാക്കളാ. ഇവിടെ ദൂതന്മാരെ ആരായിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ, ആ ഫേമാലാകുകയും ഓരോ മാലാകന്മാരെയും. ഹൗ ഇഗ്നറൻ്റ് ദേ ആർ. അത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ കുറച്ച് വിശ്വാസികളുണ്ട്. നമ്മളൊട്ട് വാ തുറക്കത്തുമില്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ പ്ലീസ്, നിങ്ങൾ ദൂതന്മാരെ ആരാധിക്കൽ, ആരാധനയ്ക്ക് യോഗ്യരായവനെ ആരാധിക്കുക. അത് കൃപയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കാനാണ് ദൈവം നിങ്ങളെയൊക്കെ ഇവിടെ കൊച്ചി പട്ടണത്തിലാക്കിയിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം ആ ജോലി ചെയ്യുന്നുണ്ട്. അവർ പെണങ്ങത്തില്ലേ, അവർക്ക് എന്തോ ഇഷ്ടപ്പെടും. അതൊക്കെ അവരുടെ കാര്യമല്ലേ, ഇഷ്ടപ്പെടാതിരിക്കും. എൻ്റെ കാര്യം എന്തുവാ? നിങ്ങൾ ദൂതന്മാരെ ആരാധിക്കല്ലേ, അവർ നമ്മുടെ സേവകാത്മാക്കളാണ്. അതുകൊണ്ട് തിരുവചനത്തിനകത്ത് പറയുന്നു, they are just our ministering servants. അപ്പോൾ യേശുവിനെ പോലാക്കി തീർക്കുവാനാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ പണിയുന്നത്. ഇനി ഒരു സെറ്റ് ഓഫ് ജഡത്തിൻ്റെ ഫലങ്ങളുണ്ട്.
നമുക്ക് വലിയ ഇഷ്ടം ഈ കുറ്റങ്ങൾ, കുറവുകൾ, പാപങ്ങളൊക്കെ പറയുമ്പോൾ കണ്ടില്ല ആ സഹോദരിക്ക് കുറച്ച് ലോകസ്നേഹമുണ്ട്, ആ സഹോദരിയുടെ കണ്ടില്ല നടപ്പും ഡ്രസ്സിങ്ങും ഒക്കെ, ആ സഹോദരന് എപ്പോഴും ഈ ലോകം എന്നാ ചിന്ത, എപ്പോഴും അങ്ങനെ പറയും. ഇച്ചിരി കോപമുണ്ട്, അസൂയുണ്ട്. ആ സഹോദരൻ ആ സഹോദരിയല്ല. എനിക്കിതുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് വായിക്കാം. 19. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. എന്തുവാണ്? നടക്കേണ്ടതുപോലല്ലാതെ എന്ത് സ്തോത്രം ചിന്തിക്കേണ്ടാത്ത, കാണണ്ടാത്ത, കേൾക്കണ്ടാത്ത അതെല്ലാം എന്തുവാണ്? ദുർനടപ്പ്. അത് ഇപ്പോഴീ മൊബൈലും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ദുർനടപ്പിൽ വീടാൻ വളരെ എളുപ്പമാണ്. അപ്പം എന്തുവാണിത്? ജഡത്തിൻ്റെ പ്രവൃത്തി. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ഇതെല്ലാം ആ കാറ്റഗറിയിൽ പെടുന്നതാണ്. നമ്മളെ പരിശുദ്ധനായ വിശുദ്ധിയോടുകൂടി പരിശുദ്ധാത്മാവ് പോലും നിറയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അശുദ്ധി. എന്ത് ലോകത്തിൻ്റെ അവസ്ഥ? അശുദ്ധി, ദുഷ്കാമം. നമ്മൾ വിഗ്രഹാരാധന ഇല്ലല്ലോ എന്ന് പറയും നമ്മൾ. പക്ഷേ ഒത്തിരി വിഗ്രഹങ്ങളെ ബൈബിൾ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിക്കുന്നത്. അതിനി മക്കളാണേലും അതിനി ലോകത്തിൻ്റെ എന്ത് പദ്ധതികളാണെങ്കിലും നമ്മൾ കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ ഇത് നിമിത്തം, ലോകത്തിലെ ഏത് വിഷയം നിമിത്തം നമ്മുടെ ആരാധനയോ കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മുടങ്ങിയാൽ അത് എന്തുവാണ്? വിഗ്രഹമാണ്. അപ്പം വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം വളരെ എളുപ്പം ഉണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. കോപം, ഉടനെ ദേഷ്യപ്പെട്ടു, പിണങ്ങി കുറച്ചാൾ ഈ കോപം കൊണ്ട് നടക്കുമ്പോൾ പിന്നെ എന്തായി തീരും? ബൈബിൾ പറഞ്ഞാൽ ക്രോധവും ഇവിടെ പറയുന്ന പോലെ പകയും ഒക്കെ ആയിത്തീരും. അവനോടൊരു ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവെ എന്നോട് ദോഷം ചെയ്ത ആ വ്യക്തി എന്ത് ചെയ്തിട്ട് ആക്സിഡൻറ്റ് വന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നിട്ട് കുറച്ചാളായിട്ട് നോക്കിയിട്ടും കുറച്ച് ദിവസം നോക്കിയിട്ട് ആക്സിഡൻ്റ് ഒന്നും വന്നില്ലല്ലോ. അവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല. എന്തുവാ സംഗതി? പക, ജഡത്തിൻ്റെ പ്രവൃത്തി. സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഞാനല്ല, സ്വർഗത്തിൽ കൊണ്ടുപോകണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കർത്താവാ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പക, പിണക്കം, യെസ്. ഇവിടെ എഴുതിയേക്കുന്ന ജാരശങ്ക കഴിഞ്ഞിട്ട് കോപം, ക്രോധം, ശാഠ്യം. ഓരോ വിഷയത്തിനങ്ങ് ശാഠ്യം പിടിക്കുക. എനിക്കത് കിട്ടണം കർത്താവേ. പ്രൈസ് ലോർഡ്. ശാഠ്യം. പിന്നെ ദ്വന്ദ്വപക്ഷം. അവരോടും കൂടും ഇവരോടും കൂടും, പലവിധ ഗ്രൂപ്പിസം, പല പക്ഷം. ഇതൊന്നും വചനം അനുഭവിച്ചില്ല. ഒരു ഗ്രൂപ്പേ ഉള്ളൂ. അതാരാ? ചില ആത്മീയ കൂട്ടങ്ങളൊക്കെ പറഞ്ഞാൽ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. ഒരു കൂട്ടമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സഭ. അതിന് നമ്മൾ സൗകര്യാർത്ഥവും നമ്മൾ വിശ്വസിക്കുന്ന കാഴ്ചപ്പാടിലൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന കൂട്ടങ്ങൾ ഒന്നിച്ച് ആരാധിക്കും പല സ്ഥലത്ത്. എന്ത് വിചാരിച്ച് മറ്റുള്ള സഭയിലെ ആൾക്കാരും നമ്മുടെ ആരാണ്? സഹോദരങ്ങളാണ്. അവരെ എൻകറേജ് ചെയ്യുവാനുള്ളൊരു ഉത്തരവാദിത്വം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന ആത്മീയ കൂട്ടത്തിന് വേണ്ടി ആയിരിക്കുമെങ്കിൽ പോലും ഏത് ദൈവമക്കളെയും സ്നേഹിക്കുവാൻ പക്ഷം നിങ്ങൾ ഏത് PC? ഞങ്ങൾ ആ PC. നിങ്ങൾ എത്ര പേരിങ്ങനെ കൈയൊക്കെ കൊടുക്കും? നിങ്ങൾ ഏത് സഭയാണ്? അതിൻ്റെ ഉടനെ കൈയൊക്കെ ഇങ്ങോട്ട് വലിക്കും, ഉടനെ മുഖമൊക്കെ അങ്ങ് ഫ്രൗണ്ട്. അവരുടെ സഭയാന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര പ്രൈസ് ദ ലോർഡ്, ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ. എന്തുവാണ്? പക്ഷം. ഇനി അവിടെ ചെല്ലുന്നോടെ ആദ്യം ഇന്ന സഭക്കാർ വാ, പിന്നെ ഇന്ന സഭക്കാർ വാ എന്ന് വല്ലതും അവിടെ ഉണ്ടോ ന്യായവിധൂസത്തിൽ? ഇല്ല. സ്തോത്രം. അല്ലേ? അപ്പോൾ ഈ പക്ഷങ്ങളെല്ലാം പിടിക്കുക. സഭ അങ്ങോട്ട് വലുതാകുമ്പോൾ സഭയ്ക്കകത്ത് തന്നെ പല പക്ഷങ്ങൾ. പക്ഷം, യെസ്, ദ്വന്ദ്വപക്ഷം. ഈ ദ്വന്ദ്വപക്ഷം ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ അധ്യായത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്, പിണക്കവും ഭിന്നതയും ഒക്കെ ഉണ്ടാക്കും ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ. അപ്പം ഭിന്നത, പിന്നെ അസൂയ എന്തോ ചെയ്യാനാ? ദൈവമക്കൾക്ക് കൂടുതലുണ്ട് എന്ന് തോന്നുന്നു. കാര്യം ഏതെങ്കിലും ഒരു സഹോദരനോ നമ്മുടെ സ്വന്തം സഹോദരനോ സഹോദരിക്കോ ദൈവം ഒരു കാര്യം ദൈവപ്രവർത്തനം ജീവിതത്തിൽ ചെയ്യുമ്പോൾ പല സഹോദരങ്ങൾ പിന്നെ ഇറിറ്റേറ്റഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒന്ന് ചിരിക്കാൻ പോലും പറ്റാതെ. എന്തോ സംഭവിച്ചേ? എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തില്ല, അവരുടെ ജീവിതത്തിൽ കർത്താവ്. സന്തോഷത്തിൽ ഒന്നിച്ച് സന്തോഷിക്കുവാൻ കഴിയാത്തവർ എത്ര പേരുണ്ടെന്നറിയോ ദൈവമക്കളുടെ ഇടയ്ക്ക്? സഹോദരങ്ങളോടുകൂടി അവരുടെ സന്തോഷത്തിൽ ഒന്നിച്ച് സന്തോഷിക്കുവാൻ കഴിയാത്ത
ഉടനെ മുഖം മാറും, ഭാവം മാറും, വളരെ ഇറിറ്റേറ്റഡ് ആവും, സന്തോഷിക്കുവാൻ പനി വെളിയിലൊന്നും ഇങ്ങനെ ചിരിച്ചാൽ പോലും ആ സന്തോഷം ഉള്ളിൽ നിന്നല്ല. അസൂയ ഇത് വളരെ നോർമലാണ്. ജാതികൾക്കും മനുഷ്യർക്ക് ജഡത്തിൽ നോർമലാണ്. പക്ഷെ ബൈബിള് പറയുന്നു, നീ ആത്മാവിൽ നടന്നാൽ നിന്റെ അസൂയൊക്കെ പോകും, നിന്റെ പിണക്കമൊക്കെ പോകും. ഈ അസൂയ ഉണ്ടെങ്കിൽ നീ എവിടെ പോകത്തില്ല? പോകത്തില്ല. കർത്താവ് പറഞ്ഞാൽ പിന്നെ പല കൂട്ടങ്ങൾ ഇപ്പം പഠിപ്പിക്കുന്ന വളരെ ലിബറൽ തിയോളജിയാണ്. നീ രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ ഉറപ്പായിട്ട് പോകും. ബൈബിള് പറയുന്നു, പിണക്കവും അസൂയ ഉണ്ടെങ്കിൽ നീ എവിടെ പോകത്തില്ല, സ്വർഗത്തിൽ ഏതാ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇപ്പോഴത്തെ ലിബറൽ തിയോളജി കൂടുതൽ ദേവദാസന്മാർ പറയുന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ പരിശുദ്ധാത്മാവ് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ആ ലിസ്റ്റ് നമുക്ക് വായിക്കാം. അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇവിടെ മദ്യപാനം വെറിക്കൂത്തിൻ്റെ ഒക്കെ തുല്യമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. പിണക്കവും അസൂയ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു സെൽഫിഷ് ആംബിഷൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നു, ഇംഗ്ലീഷ് ബൈബിൾ വന്നു. അതിൻ്റെ മലയാളം എന്തുവാ? അതിലെന്തോ ഉണ്ട്, അതിലൊരു പദമാണെന്ന് വെച്ചോ. എന്തുവായാലും ഈ സെൽഫിഷ്നെസ്, ഈ അസൂയ പോലെ തന്നെ, ഈ അസൂയ ഉണ്ടാകുന്നത് നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണെന്ന് അറിയാമല്ലോ. എനിക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടി, അതാണ് അസൂയയുടെ കാരണം. അപ്പം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്കിത് കിട്ടിയില്ല, അവർക്ക് കിട്ടി. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോടെ, ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ആ പ്രാർത്ഥന ഒന്ന് റെക്കോർഡ് ചെയ്തോ, ഇടയ്ക്ക് കേട്ടോ. പലരും പറയുമ്പോൾ എനിക്ക് സെൽഫിഷ്നെസ് ഒന്നുമില്ല. എന്നെ കൊച്ചു പിള്ളേർ പ്രാർത്ഥിക്കുന്നത്, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ പപ്പയെ അനുഗ്രഹിക്കണം, എൻ്റെ മമ്മിയെ അനുഗ്രഹിക്കണം, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണം, ഭർത്താവിനെ അനുഗ്രഹിക്കണം. ഗോഡ് ബ്ലസ് മീ, ഗോഡ് ബ്ലസ് മീ, ഗോഡ് ബ്ലസ് മീ. GBU, GB മീ ഇല്ലേ? ഈ ഗോഡ് ബ്ലസ് എന്തുവാണ് ഈ സ്വാർത്ഥത? യേശു അങ്ങനെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ തൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നായിരുന്നു നമ്മൾ രക്ഷ പ്രാപിക്കുമായിരുന്നു. ദൈവമക്കൾ, നമ്മളിങ്ങനെ ആത്മാവിലിരുന്ന് ഇന്ന് സന്തോഷിക്കുമായിരുന്നു. തൻ്റെ സുഖവും സന്തോഷവും തൻ്റെ സ്ഥാനവും മഹിമയും അധികാരവും എല്ലാം വിട്ടിട്ടല്ലേ സാധാരണ മനുഷ്യനായിട്ട്, എന്നേക്കാൾ സാധാരണക്കാരനായിട്ടാണ് കർത്താവ് ഈ ഭൂമി. ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരേക്കാൾ സാധാരണക്കാരനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഒരു കല്യാണത്തിന് വിളിച്ച് കല്യാണത്തിൻ്റെ എല്ലാ ട്രിപ്പും, 5ാമത്തെ ട്രിപ്പും 6ാമത്തെ ട്രിപ്പും എല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ട് പോലും കർത്താവിന് ഇതുവരെ ആഹാരം കൊടുത്തില്ല. കർത്താവും തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും പുറത്തേക്കുക. അപ്പോൾ എത്രത്തോളം ചീഫ് ഗസ്റ്റ് ആയിരുന്നു എന്ന് വിചാരിച്ചു. അത്ഭുതം ചെയ്തപ്പോഴാണ് പിന്നെ എല്ലാവരും ഇനി ആൾക്കാർ കഴിക്കാനുണ്ടായിരുന്നല്ലോ, അവർ വെളിയിരിക്കുമായിരുന്നല്ലോ എന്ന് പോലും. എന്ന് വെച്ചാൽ എങ്ങും മാനിക്കപ്പെട്ടിട്ടില്ല കർത്താവിലെ ഈ വക സെൽഫിഷ്നെസ്. എൻ്റെ കാര്യം കർത്താവേ തരണമേ, എൻ്റെ കാര്യം, എൻ്റെ സുഖം, എൻ്റെ സൗഖ്യം, എൻ്റെ വിടുതൽ, ഞങ്ങളുടെ കുടുംബം ദേശത്ത് മാനിക്കപ്പെടണം. ഇതൊന്നും ജാതികൾ ഈ ഞാൻ പറഞ്ഞില്ല, എടപ്പള്ളി പള്ളിയിലാണെങ്കിലും കലൂർ പള്ളിയിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും ഈ മക്കയെ പോകുന്നവർ കഷ്ടപ്പെട്ട് അവിടെ വരെയും ചെന്നിട്ട് നിങ്ങൾക്കറിയാം എന്ത് കഷ്ടപ്പാടാണെന്നറിയാം. എന്നിട്ട് നടക്കണം. പലരും ആ വ്രതവും കൂടെ എടുക്കും. ഈ മക്ക ടു മദീന നടക്കണം. അതൊക്കെ വ്രതം എടുക്കുന്നവരുണ്ട്. ഈ 55, 60, 58 വരും ആ സമയത്ത്. ഡിഗ്രി സെൽഷ്യസിൽ ഈ മരുഭൂമിക്കകത്തോട് ഇതിൻ്റെ ചുറ്റിനും വെയിലും കൊണ്ട് നടന്ന് ഞങ്ങളുടെ ഒരു അയൽവക്കക്കാരൻ പോയി. അയാൾ തിരിച്ചു വന്നപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് മനുഷ്യനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഒരു ബംഗ്ലാദേശി ഡോക്ടറും ഫാമിലിയാണ്. ഞങ്ങളുടെ വില്ലയിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന സൗദി വെച്ച് തിരിച്ച് വന്നിട്ട് ആ ഭാര്യയ്ക്ക് മനസ്സിലായില്ല. ആ മനുഷ്യൻ ഈ വെയിലും എല്ലാം കൊണ്ടിട്ടുള്ള ശീലമുള്ള മനുഷ്യനാണ്. പുള്ളി പോയിട്ട് വന്നപ്പോൾ ആ പരുവമായി. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ആ കാബയുടെ ചുറ്റിനും നടക്കുവാന്നും പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ വ്രതമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അവർ പോകുന്നത് എന്തിനാ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെടണം. ഇത് പിശാചിൻ്റെ സ്വഭാവമാണ് ദൈവമക്കളെ. എനിക്കെൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തേക്കാൾ ഐ വോണ്ട് ടു ബി ഹോണേർഡ്, ഐ വോണ്ട് ടു ബി റെസ്പെക്റ്റഡ്. എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ മാനിക്കണം. മാനവും മഹത്വവും ബഹുമാനവും എല്ലാം ആർക്കായിരിക്കണം? പ്രൈസ് ലോർഡ്. മാനത്തിന് യോഗ്യനായവൻ. ഹീ ഈസ് റെവറൻറ്റ്. മനുഷ്യനല്ല റെവറൻറ്റ്. the one who is to be feared, the one who is to be respected എന്നാണ് റെവറൻറ്റിൻ്റെ അർത്ഥം. അറിവില്ലാതെ ഓരോ ദൈവദാസന്മാർ വിവരക്കേട് കൊണ്ട് ഡിക്ഷണറി വാക്ക് പോലും അറിയാതിടുമ്പോൾ ഹല്ലേലൂയ, ഗോഡ് ഈസ് റെവറൻറ്റ്. സങ്കീർത്തനം 111:9 വാക്യം, ഹോളി ആൻഡ് റെവറൻറ്റ് ഈസ് ഹിസ് നെയിം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മഹത്വവും ആർക്കാ? ഇന്ന് പല കൂട്ടങ്ങളും ദൈവദാസന്മാർ സൂപ്പർമാനായിട്ട് ആരാധനയ്ക്ക് ആ മഹത്വം എല്ലാം ദൈവദാസനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നോണം. അല്ലെങ്കിൽ പിന്നെ ദൈവദാസനൊന്നും അവർക്ക് വേണ്ടി ചെയ്യത്തില്ല.
അങ്ങനെയൊക്കെ ആക്കി തീർക്കുമ്പോൾ ഇതെല്ലാം പൈസ, സെൽഫിഷ് അംബിഷൻസ്, ജഡത്തിൻ്റെ പ്രവൃത്തി. ഇനി ഞാൻ ആ 21 ലാസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഈ വക, ഓൾ ദോസ് ഹു പ്രാക്ടീസ് സച്ച് തിങ്സ് വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്. വചനം എത്ര ക്ലിയറാ! ഈ വക പ്രവർത്തിക്കുന്നവരാരും, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ ലിസ്റ്റിൽ നിന്ന് പുറത്താവും. ഇത് കൊരിന്ത്യർ ലേഖനത്തിലൊന്ന് ആവർത്തിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6:10, 1 Corinthians 6:10. ദുർനടപ്പ്, ഇവിടെ എഴുതിയിട്ടുണ്ട് ലിസ്റ്റ്. ദുർനടപ്പ്, യെസ്, യെസ്. ഈ കള്ളന്മാരുടെ കൂടെ ഒക്കെ എഴുതിയിരിക്കുക അത്യാഗ്രഹി. ദൈവമക്കളെ, ഇന്നത്തെ പ്രസംഗം മുഴുവനും ആഗ്രഹിച്ചോ മോഹിച്ചോ കിട്ടും. പരിശുദ്ധാത്മാവിനെ പറ്റി എഴുതിയിരിക്കുന്ന വാക്യമാണ് ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ ടു യു. കിട്ടുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കണം എന്ന എന്തിനെ പറ്റി എഴുതിയിരിക്കുന്ന വാക്യമാ? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടില്ലേ പരിശുദ്ധാത്മാവിനെ ചോദിച്ചോ? ആ വാക്യം തൊട്ട് എല്ലാ വാക്യം, മഹത്വത്തിൻ്റെ ധനം അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി, നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് വളരണം എന്ന് എഴുതിയിരിക്കുന്ന വാക്യം പോലും എടുത്തിട്ട് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നിങ്ങളെ അങ്ങ് രാജാക്കന്മാരാക്കും. ഇവിടെ ഈ ലോകത്തിൽ ആരാക്കും? നമ്മുടെ വിളി എന്തുവാ? കർത്താവിനോട് കൂടി രാജാക്കന്മാരാകുവാനാ. പക്ഷെ ഇത് ഇവിടെ അല്ല, അവിടെ. അപ്പം ഞാൻ പറഞ്ഞ ഫോക്കസ് മാറിപ്പോവാ. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം എടുത്തിട്ട് മാറ്റിക്കളയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, പുരുഷകാമി, സ്വയം പോകി, ഈ കള്ളന്മാർ, ഇവരുടെ ഈ വൃത്തികെട്ട പാപക്കാരുടെ കൂടെ എഴുതിയിരിക്കുക. ആരുടെ പേരും? അത്യാഗ്രഹി. താഴോട്ട് തുറന്ന് വായിച്ചേ. മദ്യപാന്മാരുടെ കൂടെ എഴുതിയിരിക്കുക അത്യാഗ്രഹി. അടുത്തൊരു വലിയ പ്രോബ്ലമാണ് വാവിഷ്ഠാനം. പിന്നെ ഇവിടും എഴുതിയിരിക്കുക all those who practice these things will not inherit the kingdom of. ഈ വക പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം എന്ത് ചെയ്യത്തില്ല. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒന്നുകൂടെ 2 പാപം കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മഹാ വൃത്തികെട്ട പാപങ്ങളോട് എഴുതിയിരിക്കുക അത്യാഗ്രഹി, വാവിഷ്ഠാനം. നമ്മുടെ വായിക്ക് ഒരു കൺട്രോൾ ഇടണേ കേട്ടോ. നമ്മുടെ വായിക്ക് എന്ത് ചെയ്യണം? അല്ലേ എവിടെ പോകത്തില്ല. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും. അനുസരിക്കേണ്ടത് ആരാ? എൻ്റെ വായിക്കും. നമ്മളെല്ലാം ഇച്ചിരി കൂടുതൽ സംസാരിക്കുന്നവരാ അല്ലേ? ഒത്തിരി സംസാരിക്കുന്നവരാ. അധികം സംസാരിക്കേണ്ട, ഒന്ന് സെൻസർ ചെയ്തും കട്ട് ചെയ്തും. ബൈബിൾ പറയുന്ന പോലെ കൃപയുള്ള വാക്കുകളാണോ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന വാക്കുകളാണ്. ഡിസ്കറേജ് ചെയ്യുന്ന ഒന്നും പറയണ്ട, വേദനിപ്പിക്കുന്നതും പറയണ്ട. കുറച്ച് സംസാരിച്ചാൽ മതിയെന്നേ. ചില പാടാ. ഞാൻ കൊച്ചിലെ തൊട്ട് ഇത്രയും സംസാരിച്ച് ശീലിച്ചതാണ്. വാവിഷ്ഠാനക്കാര് സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞാൽ, ഇനി ആര് പറയുക കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും അവർ വളരെ ഫൂളിഷാ. സ്തോത്രം. വാവിഷ്ഠാനക്കാര് സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അതിനോടുകൂടി ഒത്ത് എഴുതിയിരിക്കുക അത്യാഗ്രഹി. നിങ്ങൾക്ക് എപ്പോഴും അറിയാം അത്യാഗ്രഹത്തിൻ്റെ അർത്ഥം കവച്ചസ്നെസ്. എന്തുവാ അത്യാഗ്രഹം? ഇപ്പോൾ ദൈവം എന്നെ നടത്തുന്നതിൽ തൃപ്തിയില്ലാതെ എനിക്ക് ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. എന്തുവാണ്? അത്യാഗ്രഹി. ഒരു അത്യാഗ്രഹിയും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ആരാ പറയുന്നത്? ഇതിനൊന്നും ആമേനില്ല ഇല്ലേ? ആമേൻ പറയാൻ പാടാ. കാര്യം നമ്മുടെയൊക്കെ ഉള്ളിൽ അല്പം ഒരു അത്യാഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ക്രിസ്തുവിനോടുകൂടി എന്ത് ചെയ്യണം? ക്രൂശിക്കണം. അപ്പോസ്തലൻ അവസാനത്തെ അധ്യായങ്ങളിൽ ഗലാത്യ സഭയെ ഓർപ്പിക്കുക. ഈ വക കൊരിന്ത്യ സഭ ലേഖനത്തിൽ നമ്മൾ വായിച്ചില്ല, ഇവരാരും സ്വർഗത്തിൽ പോകും. ഇനി ആത്മാവിൻ്റെ ഫലം നമുക്കറിയാം. പിള്ളേർക്കൊക്കെ കാണാപ്പാടും അറിയാം. സ്നേഹം, സന്തോഷം. ഇത് രണ്ടും ഉള്ളവർക്ക്, സ്നേഹവും സന്തോഷവും ഉള്ളവർക്ക് എന്തുള്ളൂ? ഞാൻ സമാധാനം അങ്ങോട്ട് കൊടുത്താലേ എനിക്ക് സമാധാനം ഇങ്ങോട്ട്, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചാലേ എനിക്ക് ഈ സമാധാനവും സ്നേഹവും ഒക്കെ ഇങ്ങോട്ട്. പ്രൈസ് ലോർഡ്. അപ്പം സ്നേഹം, സന്തോഷം, സമാധാനം. 70 വട്ടം അങ്ങ് ക്ഷമിക്കാൻ പാടാ. 7 × 70 എത്ര? 490, 490 പ്രാവശ്യം. എന്ന് വെച്ചാൽ ഒരു ഏകദേശം റൗണ്ട് ചെയ്യുക. ഒരു 500 പ്രാവശ്യം അങ്ങ് ക്ഷമിച്ചോളാം. നമുക്ക് 10 പ്രാവശ്യം 2 പ്രാവശ്യം ക്ഷമിക്കാൻ പറ്റുന്നില്ല, പിന്നെ 500 പ്രാവശ്യം. കർത്താവ് എന്തോ പറയുന്നത്? ക്ഷമാശീലരാകുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ബാക്കി കാര്യം ആര് നോക്കിക്കോളും? നമ്മളോട് ക്ഷമിക്കാനാ പറഞ്ഞ. അതിനുള്ള നീതിയായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്തോളും? അത് കർത്താവിൻ്റെ കാര്യം. ആ അതോറിറ്റിയിൽ കയറി നമ്മൾ കളിക്കണ്ട. അപ്പം ക്ഷമിക്കുക,
പാടാ, പ്രസംഗിക്കാൻ എളുപ്പമാ, ക്ഷമിക്കാൻ എന്തുവാണ്, ജീവിക്കാൻ പാടാ, പറയാൻ എളുപ്പമാ, വായിക്കാൻ എളുപ്പമാ, 100 വട്ടം ബൈബിൾ വായിച്ച് കാണും. പക്ഷേ ഇത് ജീവിതത്തിലാക്കാൻ എന്തുവാ, ഇച്ചിരി പാടാ. ദീർഘക്ഷമ, ദയ കാണിക്കേണ്ടടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരെന്ത് ചെയ്യും, ദയ. പിന്നെന്തുവാ, ബി ഹെൽപ്ഫുൾ ടു അതേഴ്സ്. അതിന് ജാതികളാണെങ്കിലും ദൈവമക്കളാണെങ്കിലും ബി ഹെൽപ്ഫുൾ. പ്രൈസ് ദി ലോർഡ്. അത് യേശുവിൻ്റെ സ്വഭാവമാണ്, ആത്മാവിൻ്റെ സ്വഭാവമാണ്. അതിൽ കൂടി നിങ്ങൾ ആരെ ആരാധിക്കുന്നത് അവരൊന്ന് അറിയട്ടെ, യേശുവിൻ്റെ സ്നേഹം നിമിത്തമാണ്. അല്ലല്ലോ പരോപകാരം, വിശ്വസ്തത, യെസ്, വലിയ പാടാ. സൗമ്യമായിട്ടിരിക്കുവാൻ. സൗമ്യനായ മോശ പോലും ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, കമ്പെടുത്തിട്ട് ഒറ്റ അടിച്ചു പാറമേ. കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെ സ്വഭാവമാണ് സൗമ്യത. പിന്നെ അടുത്ത വർണ്ണമാണ് ഇന്ദ്രജയം. ഇന്ദ്രിയങ്ങളുടെ എല്ലാം മേലെന്തുവാണ്, ജയം. എല്ലാ വിഷയത്തിൻ്റെ മേലും ബലഹീനതകളുടെ മേലും ഒരു ജയം. ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളും സെൻസസും ഒക്കെ പറയുമ്പോൾ ആത്മാവിൽ എന്ത് ചെയ്യണം, അതിൻ്റെ മേലൊരു ജയം പ്രാപിക്കണം. അപ്പം ആത്മാവിൻ്റെ സ്വഭാവം ജയം. ഇതാണ് ന്യായപ്രമാണം. ഗലാത്യ സഭ പറഞ്ഞു, ഞങ്ങളുടെ ന്യായപ്രമാണം. അവിടുത്തെ യഹൂദന്മാരാ, അവർ ശബദം ആചരിക്കുന്നു, പരിച്ഛേദന വേണമെന്ന് പറയുന്നു. ഞങ്ങളുടെ ന്യായപ്രമാണം, പിതാക്കന്മാരുടെ പ്രമാണം എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് പറയാം, ഇതാണ് പുതിയ നിയമ പ്രമാണം. സ്നേഹം, ആത്മാവിൻ്റെ ഫലങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയാ, ഇതിന് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവും ഇല്ല, ഇതാണ് ന്യായപ്രമാണം. ദിസ് ഈസ് ദ ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ലോ ഏതാ, ഇതാ. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ഏതാ, ഈ ആത്മാവിൻ്റെ ഫലമാണ്. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടേണ്ടത് ഈ ആത്മാവിന്. ഇത് അല്ലാതെ വേറെ ഒരു പ്രസംഗവും വിഷയവും പാടില്ല, ഇതല്ലാതെ വേറെ ഒരു തീമും പാടില്ല. ഇതാണ് ദ തീം ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ആത്മാവിൻ്റെ ഫലം എന്നിൽ വെളിപ്പെടും. ഇത് പേഴ്സണലാണ്. പിന്നെ എൻ്റെ ഭാര്യയിൽ വെളിപ്പെടണം എന്നല്ല, ഇത് നീ സൗമ്യത പ്രാപിക്കും. അല്ലെങ്കിൽ മക്കളോട് പറയുക, അല്ല, എന്നിൽ വെളിപ്പെടണം. Hallelujah. Let us take it personal. Hallelujah. ഇത് എൻ്റെ ആത്മാവിൻ്റെ ഫലം. പക്ഷെ പൗലോസ് പോലും പറയുന്നു, ആഗ്രഹിക്കാത്ത തിന്മയാണ് എന്നിൽ. ഇതൊരു വലിയൊരു പോരാട്ടം. റോമാലേഖനം ആ ഭാഗം ഒന്ന് വായിച്ചേ. പൗലോസ് പറയുന്ന ഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കാം. 7:18 ഒന്ന് വായിച്ചേ. Romans 7:18. എൻ്റെ ജഡത്തിൽ എന്ത് വസിക്കുന്നില്ല? വസിക്കുന്നത് മുഴുവനും നേരത്തെ പറഞ്ഞ ജഡത്തിൻ്റെ ഫലങ്ങൾ മാത്രമേ എൻ്റെ ജഡത്തിലുള്ളൂ. ഇനി പൗലോസ് പറയുക, നന്മ 19 വായിച്ചേ. ഇല്ല. 15 വായിച്ചേ. അതിന്റെ ആദ്യം ഇവിടെ 15ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഇച്ഛിക്കുന്നതല്ല, ഐ ആം അൺനോയിങ്ലി ഡൂയിങ് ദ തിങ്സ് വിച്ച് ഐ ഹേറ്റ്. പകയ്ക്കുന്നതാണ് എന്നിൽ വെളിപ്പെടുന്നത്, ഞാൻ ചെയ്തു പോകുന്നത്. 19ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആഗ്രഹിക്കുന്ന നന്മയല്ല എന്നിൽ വെളിപ്പെടുന്നത്, ആഗ്രഹിക്കാത്ത ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നിൽ വെളിപ്പെടുന്നത്. ദൈവം എന്നെപ്പറ്റി ഒരു വിളിച്ചിട്ടുണ്ട്, ഒരു രൂപാന്തരം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അതിനാവശ്യമായ എല്ലാ പണികളും കർത്താവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ ഒരു ഔട്ട്പുട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല. ആഗ്രഹിക്കാത്ത തിന്മയാണ് എന്നിൽ. ഇതല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റത്തില്ല. പൗലോസ് ദൈനംദിന ജീവിതത്തിൽ പറഞ്ഞ് എൻ്റെ ജഡത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്രൂശിക്കുന്നു. അതിൻ്റെ രാഗമോഹങ്ങളോട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്രൂശിക്കുന്നു. അപ്പോൾ യു ഹാവ് ടു ഫൈറ്റ് ഔട്ട്. ഇത് പണിതേലേ പറ്റൂ, ഈ ശരീരത്തിന് മാറ്റം ഉണ്ടായാലേ പറ്റൂ. അല്ലാതെ എപ്പോഴും പൗലോസ് പറഞ്ഞല്ലോ ആഗ്രഹിക്കാത്ത തിന്മ. പൗലോസ് അങ്ങനെ പറഞ്ഞെങ്കിലും പൗലോസ് ദൈനംദിന ജീവിതത്തിൽ ആത്മീയ യുദ്ധം ചെയ്ത് അവസാനം തിമോത്തിയോസിനോട് പറയുന്ന, ഐ ഹാവ് ഡൺ ദ ബാറ്റിൽ വെൽ, ഹല്ലേലൂയ, ഐ ഹാവ് ഫോട്ട് ദ ബാറ്റിൽ. ഞാൻ ആ യുദ്ധം നല്ലപോലെ എന്ത് ചെയ്തു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ എൻ്റെ കർത്താവിന് പൂർണ്ണ പ്രസാദമായി തീർന്നു, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ തീർത്തു. ഇത് നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ മിഷൻസ്, ഓരോ ദൗത്യം, ഓരോ പീസ് വർക്ക്, 1000 പിശാചുക്കൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് തടസ്സം ചെയ്യും. നമ്മൾ ആ ദൗത്യം ചെയ്ത് തികയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്ത് വന്നാലും, പൗലോസിൻ്റെ ഭാഷയിൽ ഇനി ശരീരത്തിൻ്റെ ഓരോ അവയവം പോയാലും വേണ്ടില്ല, ഐ വിൽ ഫിനിഷ് മൈ വർക്ക് വിച്ച് ഗോഡ് ഹസ് എൻട്രസ്റ്റഡ് മീ. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
ഇതായിരിക്കണം നമ്മുടെ ഡിറ്റർമിനേഷൻ, നമ്മുടെ തീരുമാനം. അപ്പം ഇവിടെ പൗലോസ് പറഞ്ഞു ആഗ്രഹിക്കാത്ത തിന്മ. അപ്പം നമ്മൾ ഇതൊരു പോരാട്ടമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നേരത്തെ നമ്മൾ വായിച്ച വാക്ക് ഇൻ ദ സ്പിരിറ്റ്. നിങ്ങൾ ആഗ്രഹിക്കാത്ത തിന്മ വെളിപ്പെടുന്നു, അയ്യോ കർത്താവേ പിന്നെയും പിന്നെയും ഞാൻ വീണ് പോകുന്നു. നോ, വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നടപ്പീൻ. ആത്മാവിൽ നടന്നാൽ ആത്മാവിൽ ഒരു വളർച്ച ഉണ്ടാവും. ആത്മാവിൽ നടന്നാൽ പിന്നെ നിനക്ക് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻസ് കാണത്തില്ല. അതൊക്കെ ലിസ്റ്റിൽ താന്ന് വരുന്നേ. ആത്മാവിൽ നടന്നാൽ പിന്നെ മറ്റുള്ളവരൊക്കെ അങ്ങനെ നടക്കുന്നില്ലയോ, എനിക്ക് അവരെക്കാളൊക്കെ കഴിവുണ്ട്, എന്നിട്ടും എനിക്കും. നമുക്കെങ്ങനെ പറ്റും? നമുക്ക് കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങളല്ലേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഐ എം വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിൽ, പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ ഐ എം ബൗണ്ട് ബൈ ദ സ്പിരിറ്റ്. എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ ആത്മാവിൽ ബന്ധിതനായി. കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ചെന്നാൽ എനിക്ക് നിന്നെയും കഷ്ടതയുമാ. ഹല്ലേലൂയ. ഒരു പ്രവാചകൻ പ്രവചിക്കുകയും ചെയ്തു, തന്നെ ഇതുപോലെ കൈകെട്ടും. എങ്ങനെ കൈകെട്ടി കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ തന്നെ കൈകെട്ടും, ജയിലിൽ കൊണ്ടുപോകും. പക്ഷെ ആത്മാവ് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ആത്മാവിൽ ബന്ധിതനായി ആ ദൈവപ്രവൃത്തിയിലേക്ക് ഞാൻ പോകുക. പത്മോസിൽ പോകാൻ യോഹന്നാൻ ഇഷ്ടമല്ല, പക്ഷെ ആത്മാവിൽ ബന്ധിതനായി പത്മോസിൽ ചെന്നപ്പോഴാണ് വെളിപ്പാട് കിട്ടിയത്. പത്മോസിൽ പോയില്ലേ വെളിപ്പാട് കിട്ടൂ? ഇല്ല ദൈവമക്കൾ. വില കൊടുത്താലേ വെളിപ്പാട് കിട്ടത്തുള്ളൂ. വില കൊടുത്താലേ. ഈ സ്വാർത്ഥത കിടക്കുന്നിടത്തോളം കാലം എങ്ങനെ വില കൊടുക്കാൻ പറ്റും? എനിക്ക് എൻ്റെ കാര്യം പിന്നെ എങ്ങനെ ഞാൻ വില കൊടുക്കാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ചേ. അവിടാണ് നമ്മുടെയൊക്കെ പാരമ്പര്യ സ്വഭാവങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണും. സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ട്, എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. അളവിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞ ജഡത്തിൻ്റെ സ്വഭാവങ്ങളുണ്ടല്ലോ, കോപമാണെങ്കിൽ, അസൂയാണെങ്കിൽ, ഇത് എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. ആർക്കും പറയാൻ പറ്റത്തില്ല എന്നിൽ ഇല്ലെന്നുള്ളൂ. നമ്മൾ ഈ ശരീരത്തിലാണോ ജീവിക്കുന്നത്? ഇതൊക്കെ നമ്മളിലുണ്ട്. ഈ അഹങ്കാരം ഒരിച്ചിരി കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കരിക്കുന്ന സ്വഭാവമൊക്കെ എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. അഹങ്കരിച്ചാൽ പിന്നെ നമ്മൾ ആരാണെന്ന് അറിയത്തില്ല. ഡയലോഗ്സൊക്കെ പിന്നെ അങ്ങ് മാറും. ഇതൊക്കെ മാനുഷിക സ്വഭാവമാണ്. നമ്മളാരും സ്വർഗീയ ശരീരത്തിലായിട്ടില്ല, ആകാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും വാക്ക് ഇൻ ദ സ്പിരിറ്റ് എന്ന് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് 24-ാമത്തെ വാക്യം വായിച്ചാൽ, ഇനി നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് പറയുന്നില്ല, നിങ്ങൾ പെന്തിക്കോസുകാരാണോ എന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണോ. മോശ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യോശുവ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അഭിഷക്തർ ചോദിച്ച ഒരു ചോദ്യം. യഹോവയുടെ പക്ഷത്തുള്ളവരെ ഇങ്ങോട്ട് മാറിയേക്ക്. എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ഇസ്രായേലാണ്, എല്ലാവരും വാഗ്ദത്തം ലഭിച്ച സന്തതിയാണ്. അതൊന്നും കർത്താവ് ചോദിക്കുക. നീ യഹോവയ്ക്കുള്ളവനാണോ, നീ ഇങ്ങോട്ട് എന്ത് ചെയ്യേ, മാറിയേക്ക്. നിൻ്റെ ജീവിതത്തിൽ നിന്നെക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് നിന്നെ നടത്താൻ പോകുന്നത്. ടാക്സ് അടയ്ക്കാൻ കാശില്ലാഞ്ഞ സമയത്ത് കർത്താവ് ചെയ്തൊരു അത്ഭുതം നമുക്കറിയാം. ആ മീനെ പിടിച്ച് ചതുർദ്രഹ്മ പണമൊക്കെ എടുത്തിട്ട് അതിനോട് എന്തുവാ, ഇതാരുടെ ഇമേജാണ് ഇതിൽ? അതിൻ്റെ ആത്മീയ അർത്ഥം നമുക്കറിയാമല്ലോ. അതിൻ്റെ മേൽ കൈസറിൻ്റെ മുദ്രയാണെങ്കിൽ കൈസർക്കുള്ളത് ആർക്ക് കൊടുക്കുക? അതിൻ്റെ മേൽ യഹോവയ്ക്കുള്ളതാണെങ്കിൽ യഹോവയ്ക്ക്, ആ മുദ്ര യഹോവയ്ക്ക്. നിൻ്റെ മേലുള്ള ഇൻസ്ക്രിപ്ഷൻ, നിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്ര ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നീ ആത്മാവിനാൽ നടക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ ആത്മാവിനാൽ മുദ്ര ചെയ്തിരിക്കുന്നു. ലോകത്തിൽ വലിയവനാകുവാനാണ് നിൻ്റെ കൈസർക്ക് വേണ്ടി ഉള്ളവനാണ്. നീ ലോകത്തിന് വേണ്ടി ജീവിച്ചോന്നേ. ദൈവമക്കൾ നല്ലൊരു ഭാഗം ലോകത്തിന് വേണ്ടി ജീവിക്കാനായിരിക്കും, അവരുടെ വിളി അതായിരിക്കും. അവർ കൈസർക്കുള്ളവൻ കൈസർക്ക് വേണ്ടി, യഹോവയ്ക്കുള്ളവൻ ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. ഈ ദിവസങ്ങൾ ഓർത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടിയുള്ളവനാണോ? നിൻ്റെ മേലുള്ള മുദ്ര ക്രിസ്തുവിൻ്റെ മേലുള്ള മുദ്ര നിൻ്റെ മേലാണെങ്കിൽ, ബൈബിൾ പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്ര ചെയ്തിരിക്കുന്നു. അവരെങ്ങനെ ചെയ്യണം? 24-ാമത്തെ അവർക്ക് ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈലാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാ മോഹങ്ങളും, പണക്കാരനാകുവാനും ഈ സുഖം അനുഭവിക്കുവാനും ഒക്കെ എൻ്റെ ശരീരത്തിനുള്ള മോഹമുണ്ടല്ലോ. എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, സലാം എന്ന് പറയണം. എന്താ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടേ ഇങ്ങനെ. എല്ലാവരും എൻ്റെ ദേശത്ത്, അവരാരാന്നറിയാവോ? അയ്യോ അവർ വലിയ ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ ലോകത്തിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അസോസിയേഷനിലും എല്ലാവരും എന്നെ മാനിക്കണം. സ്തോത്രം. കർത്താവ് പറയുക, നീ ക്രിസ്തുവിന് വേണ്ടി ഉള്ളവനാണോ? നീ ആ മോഹങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ മരം മുറിക്കുന്നതിന് മുമ്പേ കണ്ടിട്ടില്ലേ? കമ്പുകളെല്ലാം എന്ത് ചെയ്യും? കോതും, അതിനെ ഒറ്റത്തടിയാക്കി നിർത്തും. അപ്പം ഒത്തിരി ഇങ്ങനത്തെ ലോകത്തിലോട്ടുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലം പറയുന്നത് എന്തുവാ? എല്ലാവരും ചെയ്യണം എന്നില്ല. നീ ക്രിസ്തുവിന് വേണ്ടിയുള്ളവനാണോ? ലോകത്തെയും
അതിൻ്റെ രാഗമോഹങ്ങളെയും എന്തു ചെയ്യണം? പൗലോസിൻ്റെ ഭാഷയിൽ ക്രൂശിക്കണം എന്ന് പറഞ്ഞു. അതങ്ങ് കളയണം, വെട്ടിക്കളയണം. അത് കർത്താവിനോടങ്ങ് ചേരണം. ക്രൂശിച്ചപ്പോൾ സംഭവിച്ച പോലെ അത് കർത്താവിനോടങ്ങ് എന്ത് ചെയ്യണം? സ്തോത്രം, ഹല്ലേലൂയ. അതെല്ലാം ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിച്ച ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ. അപ്പം നീ ക്രിസ്തുവിന് വേണ്ടി, ദോസ് ഹു ആർ ഫോർ ക്രൈസ്റ്റ്, ദോസ് ഹു ആർ ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. നീ ക്രിസ്തുവിനുള്ളവനാണോ? ഒറ്റ ചോദ്യമാണ് ഗലാത്യ സഭയോട് ചോദിച്ചു, നീ ക്രിസ്തുവിനുള്ളവനാണോ? നീ എൻ്റെ രാഗമോഹങ്ങളോടുകൂടി എല്ലാം ക്രൂശിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം അറിയാമല്ലോ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ചു, കോമ, അങ്ങനെ ഇംഗ്ലീഷ് ബൈബിളിൽ, യു ആർ ഡെഡ്. ഇനി നിങ്ങളുടെ ജീവൻ, യുവർ ലൈഫ് ഇസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. സാംസൺ എന്ന് പറയുന്ന, നിങ്ങളുടെ ആരെങ്കിലും പേര് പറയട്ടെ, ചിലപ്പം പടങ്ങുകൊണ്ട് എൻ്റെ പേരും പറയാം. സാംസൺ എന്ന് പറയുന്ന ആ വ്യക്തി എന്ത് ചെയ്തു? അവൻ ഏത് കുടുംബത്തിലെ ആണെങ്കിലും, അവൻ ആരായിരുന്നാലും അതൊന്നുകൂടി വിഷയമല്ല. അവൻ എന്ത് ചെയ്തു? മരിച്ചു. ഇനി ലോകം കാണുന്നത് ആരെയാ? എന്നിൽ കൂടി ക്രിസ്തുവിനെ. നമ്മളെല്ലാവരും പ്രൈസ് ലോർഡ് കർത്താവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന റിഫ്ലക്റ്റേഴ്സ് ആയിട്ട്. അത്രയേ ഉള്ളൂ. നീ മരിച്ചു, നീ അത് എംഫസിസ് കൊടുത്തത്. നീ മരിച്ചു, ഓവർ, യു ഡെഡ്, യു ഗോൺ, തീർന്നു. നീ രക്ഷിക്കപ്പെട്ടപ്പം ആരോ പറഞ്ഞു ഏറ്റു പറയാൻ, ഞാൻ ഏറ്റു പറഞ്ഞു. ആരോ പറഞ്ഞു അത് കഴിഞ്ഞ് മുങ്ങാൻ, ഞാൻ മുങ്ങി എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരും എത്ര പേരുണ്ടെന്നറിയാം. ഇതാരോ പറഞ്ഞല്ല, ഇത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ജീവൻ്റെ വിത്ത്, സ്തോത്രം, ഇട്ടത് കൊണ്ട് ഏറ്റു പറഞ്ഞവർ, ജീവിതം സമർപ്പിച്ചവരാണെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ ഗലാത്യ സഭയോടും പറയുന്നത്. ചിലപ്പോൾ ഒരു കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മുടെ ഈ ചെറിയ ആത്മീയ കൂട്ടത്തിൽ എല്ലാവരും ജീവൻ്റെ വിത്ത് വീണ് ജീവൻ പ്രാപിച്ചത് കൊണ്ടാണ് ഈ ക്രൂശൻ്റെ വചനം കേൾക്കാൻ വീണ്ടും അടുത്ത ആഴ്ച നിങ്ങൾ വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരും ജീവിതത്തിൽ ആ രൂപാന്തരം നടക്കുന്നുണ്ട്. നല്ല സുവിശേഷകരായിട്ട് നിങ്ങളെ ഒരുക്കുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന രൂപാന്തരം. കുറച്ച് ജ്ഞാനവും കുറച്ച് നോളേജും ഒക്കെ ഇവിടെ പ്രസംഗിച്ച് കേട്ട് നല്ല ഭാഷയാണെന്ന് കേട്ടിട്ട് പോകുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവ് നമ്മളോട് രൂപാന്തരത്തിൻ്റെ വചനം പറഞ്ഞ് നമ്മളെ സ്വർഗത്തിൽ യോഗ്യരാക്കി തീർക്കട്ടെ. തീരുമാനമെടുത്ത് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഇവിടെ പറഞ്ഞു, യു ആർ ഡെഡ്, നീ മരിച്ചു. ഇനി യുവർ ലൈഫ് ഈസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. നിന്റെ ജീവിതം പുറത്ത് കാണുന്നവർ നിന്നെ അല്ല കാണേണ്ടത്, നിന്റെ ജീവിതം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ഞാൻ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുവാണെങ്കിൽ പിന്നെ കാണുന്നവരാരേ കാണത്തുള്ളൂ? ഈ പുൾപിറ്റ് ഇതിനെ കാണത്തുള്ളൂ, എന്നെ കാണത്തില്ല. ഞാൻ ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഈ ലോകജീവിതത്തിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പുറകിൽ ഞാൻ മറഞ്ഞിരുന്നോണം. ഐ ഷുഡ് ബി ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. ലോകം കാണുമ്പോൾ ആരെ കാണാവൂ? ക്രിസ്തുവിൻ്റെ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, പല സഭക്കാരും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ബാബേൽ കോട്ട പോലൊക്കെ. ഞാൻ ഒരു സഭ എനിക്കറിയാം, അവർ തിരുനെൽവേലിയിൽ 100 ഏക്കർ സൗദിയിൽ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു കൂട്ടമാണ്. വലിയ സന്തോഷമാണ്. അവർ തമ്മിൽ ഭയങ്കര ഐക്യതയൊക്കെ. തിരുനെൽവേലിയിൽ 100 ഏക്കർ വാങ്ങിച്ചു. അവരെല്ലാം കൂടെ നാട്ടിൽ വരുമ്പോൾ ഒന്നിച്ചൊരു സിറ്റി ആയിട്ട് താമസിക്കാൻ പ്ലാൻ ചെയ്യാൻ. എല്ലാവരും ഇച്ചിരി കാശൊക്കെ ഉള്ളവരൊക്കെയാണ്. കർത്താവ് ആ പദ്ധതിയൊക്കെ പൊളിച്ച് അവസാനം ആ സ്ഥലം മരുഭൂമി പോലായി. അത് ഒന്നും ചെയ്യാൻ പറ്റാതെ അവസാനം വിൽക്കാൻ ഓടി നടന്ന് ഞങ്ങളോടും വന്ന് ചോദിച്ചു, ആരെങ്കിലും എന്ത് ചെറിയ വിലയ്ക്ക് തരാം. വിൽക്കാൻ ഓടി നടന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. ഇന്നും അത് വിറ്റോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ മെയിൻ ആൾക്കാരെ അച്ചാന്മാരെയൊക്കെ എനിക്കറിയാം, ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവരാ, ഒപ്പയ്ക്കും അറിയാം. സോ ഞാൻ പറയാൻ കാരണം വേറൊന്നും അല്ല, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന സഭക്കാരെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് താമസിക്കാൻ. ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. ഒരാൾ കങ്ങരപ്പടിയിൽ, ഒരാൾ തോപ്പുംപടിയിൽ, ഒരാൾ കടവന്ത്രയിൽ, ഒരാൾ അപ്പുറത്തെ ദ്വീപിൽ ബോൾഗാട്ടിയിൽ. സ്തോത്രം, ഹല്ലേലൂയ. ചിലർ ഇവിടെ ഓരോ റോഡുകളിൽ, ഓരോ കോണിൽ നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ട് ആക്കുന്നത് എന്തിനാ? അവിടെ ക്രിസ്തുവിൻ്റെ പകരം സ്ഥാനാർത്ഥികളായിട്ട് ആ സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഓർത്തോണം. തുടക്കം ഡേ നമ്പർ 1 തൊട്ട് സ്തോത്രം, എന്നെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്ന ആസ് എ റെപ്രസെന്റേറ്റീവ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലും വായിച്ചില്ല, ഞാനോ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ഞാനല്ല. ഈ വാക്യമൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷെ നമ്മുടെ പദ്ധതികളും വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഭയങ്കര വിരോധാഭാസമല്ലേ? ഭയങ്കര ഐറോണിക്കലി ഡിഫറെൻറ്റ്. ഇതൊക്കെ പറയും, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തന്നെ, കർത്താവേ എന്നാലും എനിക്ക് തരണമേ. കർത്താവിനെ ചിരിപ്പിക്കുവാണോ? സ്വർഗത്തിലിരുന്ന് കർത്താവിനെ ചിരിപ്പിക്കുവാണോ? എന്നിട്ട് പിന്നെ വചനം വായിക്കുന്ന സമയത്ത് ഭയങ്കര വചനമൊക്കെ നമ്മൾ പറയും.
എനിക്കൊരു ജീവിതം ജീവിക്കുന്ന മഹത്വം മുഴുവൻ കർത്താവിന്, മാനമെല്ലാം കർത്താവിന്. എനിക്ക് ഈ ലോകത്തിലെ ജീവിതം ഒരു വിഷയവുമല്ല, യേശുവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുന്നു, മുഴുവൻ സമർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. പിന്നെയും കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ, ഈ ദിവസങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഒന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരുന്ന് ഓരോ വിഷയത്തിലും ദൈവത്തിന് നിങ്ങളോടുള്ള ആലോചന വ്യക്തമായിട്ട് ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കാതെ ദൈവാലോചന പ്രകാരം തീരുമാനമെടുക്കുക. വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നടപ്പിന്. ആ വാദ്യം തീരുന്നത് ഇങ്ങനെയാണ്, അവസാനത്തെ വാക്യങ്ങൾ 25. ആത്മാവിനാൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ലിവ് ഇൻ ദ സ്പിരിറ്റ്, വാക്ക് ഇൻ ദ സ്പിരിറ്റ്. നടന്ന് ഈ ജീവിതം മുഴുവൻ ഇതൊരു മരുഭൂമി യാത്രയല്ലേ. ഈ ആത്മാവിലാണ് നമ്മൾ നടക്കുന്നത്. ഈ നടന്ന് മുൻപോട്ട് സ്തോത്രം കർത്താവിനോടാണ് നമ്മൾ അടുക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകല്ലേ. നമ്മുടെ ഓരോ ആഴ്ചയും ഓരോ വചനം കേൾക്കുമ്പോൾ ഓരോ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അപ്പോഴേ നമുക്ക് ഈ മാറ്റം, ഞാൻ പറഞ്ഞില്ലേ, നോട്ട്ബുക്കിൽ നോട്ട്സ് ഇരുന്നാൽ പോരാ. ഇതെല്ലാം കേട്ട് ഓർമ്മയിൽ ഈ വചനങ്ങൾ ഇരിക്കത്തില്ല. നോട്ട്ബുക്ക് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും, അതിൽ വെള്ളം വീണോ പടരുവോ നോട്ട്ബുക്ക് നഷ്ടപ്പെടുന്നവരെ. പക്ഷേ ജീവിതത്തിൽ ഇതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഇന്ന് കേട്ടത് ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്താൽ മാത്രമേ. സ്തോത്രം. ദൈവമക്കളെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാനും വിട്ടുകൊടുക്കുന്ന ഒന്നും ഭോഷത്വമല്ല. അയ്യോ ഞാൻ അങ്ങനെ വിട്ടുകൊടുത്താൽ എൻ്റെ ജീവിതം എന്തായി തീരും, അത്രയൊന്നും ഡെഡിക്കേഷൻ എൻ്റെ ജീവിതത്തിലില്ല. ആരും ഈ യാത്ര തുടങ്ങിയപ്പോൾ ഡെഡിക്കേഷനോടുകൂടി അല്ല രക്ഷിക്കപ്പെട്ടത്. അന്ന് എബ്രഹാമിനോട് ചോദിച്ചാലും എനിക്കൊന്നും അറിയത്തില്ല, വഴിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. കനാനിലേക്കുള്ള യാത്രയിൽ ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. മെസപ്പൊട്ടേമിയയിൽ നിന്ന് എൻ്റെ കൂട്ടുകാരും വീട്ടുകാരെയും ആ ജോലിയൊക്കെ വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങി. പോകുവാന്നല്ല, ഞാനിതാ ഇറങ്ങി. പിന്നെ തൊട്ട് പല കാര്യങ്ങൾ സംഭവിച്ചു. തൻ്റെ സ്വന്തം ഭാര്യയെ വരെ രാജാവ് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. എന്തൊക്കെ യുദ്ധകാലിലെ പ്രശ്നങ്ങളും. കുറച്ച് സമാധാനപ്രിയനായിരുന്നെങ്കിലും ഈ യാത്രയിലെ വഴി വരുന്ന പല ടൈപ്പ് ആൾക്കാരുമായിട്ടല്ലേ ഡീൽ ചെയ്ത്, വെറും ജഡികരുമായിട്ടൊക്കെ. അവിടെയൊക്കെ സ്തോത്രം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ഹാഗാറിനെ നമുക്കറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. സ്തോത്രം. ഉണ്ടാകാൻ പാടുള്ളതും പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. തൻ്റെ എടുത്തിയാട്ടത്തിൽ തൻ്റെ മാനസികമായിട്ടെടുത്ത തീരുമാനം ഒരു കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. അബ്രഹാമിന് പറയാനുള്ളത് കർത്താവിൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് പോകുന്നു. വീഴ്ചകളൊക്കെ ജീവിതത്തിൽ വന്നു. ഹാഗാറിൻ്റെ വിഷയങ്ങൾ തൊട്ട് വീഴ്ചകളൊക്കെ ഒരു യാഗത്തിൽ കർത്താവ് കോപിച്ചതറിയാം. വീഴ്ചകളൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷെ വീണ്ടും താൻ ക്രമീകരണം പ്രാപിച്ചു. ദൈവമക്കൾ, ഇതൊരു നടക്കുക. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക്, നടക്കാൻ പഠിക്കുന്ന പിള്ളേർ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഈ നടക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? വീഴും. ആ വീഴ്ചയ്ക്ക് വേദനയുമുണ്ട്. പക്ഷേ അത് ആ കുഞ്ഞിൻ്റെ കാലുകൾ ഒന്നുകൂടെ ബലവത്താക്കി തീർക്കും. അടുത്ത പ്രാവശ്യം വീഴാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. അപ്പം നടക്കാൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വീണു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാനല്ല, എഴുന്നേറ്റ് മുൻപോട്ട് നടക്കുവാൻ. സ്തോത്രം. ദാറ്റ് മേക്സ് എ സ്ട്രോങ്ങർ. ഹല്ലേലൂയ. നമ്മുടെ നടപ്പിൽ ഇനി വീഴാതെ നടക്കാൻ. ഇനിയും വീഴാനല്ല സ്ട്രോങ്ങർ ആക്കുന്ന. ചിലർ പറഞ്ഞ പാപം ചെയ്ത കൃപ പെരുകുമെന്ന് പറയുന്ന പരിപാടിയല്ല. സ്തോത്രം. ഇനി വീഴാതിരിക്കാൻ, വീഴാതെ നടക്കാൻ, തെന്നുന്ന ഏരിയകൾ കൂടും വീഴാതെ നടക്കാൻ നമ്മളെ കൂടുതൽ ബലമുള്ളവരാക്കി തീർക്കും. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ആത്മാവിൽ നടപ്പീൻ, 25-ാമത്തെ വാക്യത്തിൽ ആത്മാവിൽ ജീവിപ്പീൻ. ഇത് ദൈവവുമായിട്ടൊരു എഗ്രിമെൻ്റാണ്. ഇതെൻ്റെ ഭാര്യ പറഞ്ഞിട്ടെടുത്ത തീരുമാനമല്ല, എൻ്റെ അപ്പനോ അമ്മയോ പറഞ്ഞിട്ടെടുത്ത തീരുമാനമല്ല, ഇതെൻ്റെ മക്കൾ പറഞ്ഞിട്ടെടുത്ത തീരുമാനമല്ല. ഇത് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച് ഞാൻ ദൈവസന്നിധിയിലെടുത്ത തീരുമാനമാണ്. ആത്മാവിൽ നടക്കണം, ആത്മാവിൽ ജീവിക്കണം. ഇതൊരു റിലേഷൻഷിപ്പാണ്, ഇതൊരു എഗ്രിമെൻ്റാണ്, ഇതൊരു ഉടമ്പടിയാണ്. ഇത് അവസാനം വരെയും ഞാൻ പാലിക്കുവാൻ ഞാൻ കർത്താവിനോടാണ് ബാധ്യസ്ഥൻ. 26-ാമത്തെ വാക്യം കൂടെ പറയാം. പെട്ടെന്ന് ടോപ്പിക്ക് മാറിയല്ലോ. പിന്നെയും പോരിൻ്റെ കാര്യം പറയാം. ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിൻ്റെ മേളത്തെ വാക്യങ്ങൾ വായിച്ചില്ലേ? 10 തൊട്ട് 17 വരെയും വായിച്ചപ്പോൾ നിങ്ങൾ അന്യോന്യം ആത്മാവിൽ ക്ഷീണിച്ചിട്ട് പോരിട്ടിട്ട് കടിച്ചു കീറി, പട്ടികളൊക്കെ തമ്മിൽ കടി കൂടുന്ന പോലെ കടിച്ചു കീറി. ആരാ? സഭയിൽ തമ്മിൽ. അപ്പോൾ ഇവിടെ അവസാനത്തെ വാക്യം പറഞ്ഞേക്കുക, ആത്മാവിൽ നടപ്പിന്ന്. ആത്മാവിൽ ക്ഷീണിച്ചാൽ എന്ത് സംഭവിക്കും? 21 വായിച്ചേ. നിങ്ങൾ അന്യോന്യം
പോര്, അസൂയ, പിന്നെ ഈ ദ്വന്ദ് പക്ഷങ്ങൾ, പക ഒക്കെ നമ്മൾ വേറെ വായിച്ചില്ലേ. ഈ ജഡിക ആത്മാവിൽ ക്ഷീണിച്ചാൽ ജഡിക സ്വഭാവങ്ങളെല്ലാം ഉയരും. അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആത്മീയനായിട്ട് നിന്നാലേ പറ്റൂ. അപ്പോഴാണ് ഞാൻ ഈ വേറൊരു പരിപാടി എടുക്കുന്നത്, നിൽക്കാൻ പഠിക്കുന്നത്. കക്കാൻ പഠിച്ചാൽ പോരാ, ലോകത്തിൻ്റെ നിയമം, വചനത്തിലല്ലേ ലോകത്തിൻ്റെ നിയമം. അപ്പം പിന്നെ ഞാൻ എന്തു ചെയ്യും? ഞാനൊരു കുറ്റക്കാരനും അല്ല എന്ന് കാണിച്ച് ഞാൻ ഷോയിൽ. അപ്പം പിന്നെ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഷോയൊക്കെ ഞാൻ കാണിച്ചാലേ പറ്റും. മേക്കപ്പ് ചെയ്യണ്ടേ എൻ്റെ ഉള്ളിലുള്ള മനസാക്ഷി കുത്തിനെ. അപ്പം ഞാൻ ഒന്നുകൂടെ സാധാരണ വെള്ള വസ്ത്രമല്ല, വലിയ എന്തൊക്കെ വെളിയിൽ എനിക്ക് ഷോ കാണിക്കാൻ പറ്റും നിങ്ങളുടെ മുമ്പ്. ഞാനൊരു ആത്മീയനാണെന്ന് കാണിക്കാൻ പല പരിപാടി ഞാൻ കാണിച്ചു കൂട്ടും. ഇത് കൊരിന്ത്യ സഭയിലും പക്ഷെ ആത്മാവ് നോക്കുന്നത് നിങ്ങളുടെ ഉള്ളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എക്സ്റേ കണ്ണുകളോടുകൂടി കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ ശരിക്കുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ചിലരൊക്കെ പറയുമ്പോൾ ഭയങ്കര തീരുമാനവും ഭയങ്കര ഹല്ലേലൂയ, പക്ഷെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കേണ്ട സമയം വരുമ്പോൾ പത്രോസ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കർത്താവിനെ ശരിക്കും സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നിൽക്കേണ്ട സമയം വന്നപ്പോൾ പത്രോസിന് നിൽക്കാൻ പറ്റിയോ? അവിടെ എന്നായിരുന്നു കാരണം? ആത്മാവിലുള്ള ശൂന്യത. അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു അന്ന് പത്രോസ്. അതുകൊണ്ട് എന്തുമായിരുന്നു? അപ്പോൾ ഒരാൾക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, നിൽക്കാൻ ദൈവം അവസരം തരുമ്പോൾ നിൽക്കാൻ പറ്റാതെ എൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ ശൂന്യത, അതേ മക്കളെ, അതൊന്ന് സമ്മതിക്കുക. ഞാൻ വീട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ ശൂന്യതയാണ്. എനിക്ക് കർത്താവിനെ ശരിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ ശൂന്യത, എംപ്റ്റിനെസ്, വാനിറ്റി. ഞാൻ ആത്മാവിൽ ക്ഷീണിച്ചു പോകുന്നോണ്ടാ. അപ്പോഴും ആത്മീയനാന്ന് പറയല്ലേ. എനിക്ക് ഈ ക്രൂശിൻ്റെ വചനം കേട്ട് മനസ്സിലാക്കിയതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എനിക്കിപ്പോഴും ലോകം വലുതായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ ക്ഷീണമാണ്. എൻ്റെ ജഡം ആഗ്രഹങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ, എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ, അതെൻ്റെ ആത്മാവിൻ്റെ ക്ഷീണമാ. ആത്മാവിൽ നടപ്പീൻ, ആത്മാവിൽ വളരുവാൻ. പ്രൈസ് ദി ലോർഡ്. ലെറ്റ് us grow in. അതുകൊണ്ടല്ലേ അത് ആത്മനിറവ് പ്രാപിച്ച് നിൽക്കണം ദൈവമക്കളെ. ഈ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കേണ്ടത് എപ്പോഴാണെന്നറിയാം? നിറവ് പ്രാപിക്കുമ്പോൾ. ക്ഷീണം തോന്നിക്കുമ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്നോണം. നിറവ് പ്രാപിക്കുമ്പോൾ വേണം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാൻ. ഈ ദിവസങ്ങൾ ആത്മാവിൽ നിറവ് പ്രാപിച്ച് നിൽക്കുന്നവർ. ഞാൻ ക്ഷീണിച്ചാൽ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ഉയരും. ക്ഷീണിച്ചാൽ എനിക്ക് ഒത്തിരി എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എനിക്ക് അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, ഒത്തിരി ആഗ്രഹങ്ങൾ ഉയരും. ഞാൻ ആത്മാവിൽ ബലപ്പെട്ടിരിക്കുമ്പോഴോ എനിക്കിതൊന്നും വിഷയമല്ല. കർത്താവ് എന്നോട് ഇനിയും സംസാരിക്കണം. എനിക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ ആത്മനാഥൻ്റെ ശബ്ദം കേൾക്കണം. ആ കർത്താവുമായിട്ടുള്ള അടുപ്പം. എനിക്ക് അല്പസമയം കിട്ടിയ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഒന്ന് ആരാധിക്കണം. അല്പസമയം ഹല്ലേലൂയ വചനം വായിക്കുമ്പോൾ അതിൽ കൂടെ സംസാരിക്കും. കർത്താവിനോട് സമയം ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ആത്മാവിൽ ക്ഷീണിച്ചാൽ ലോകത്തോട് സമയം ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ഈ ദിവസങ്ങൾ മക്കളെ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ. ലെറ്റ് ദ സ്പിരിറ്റ് കൺട്രോൾ us. ഈ സ്വർഗത്തിൽ പോകുന്ന അത്ര എളുപ്പമല്ല. കനാനിൽ പോകുന്ന എളുപ്പമായിരുന്നോ പഴയ നിയമ ഭക്തർക്ക്? മോശയ്ക്ക് പോകാൻ പറ്റിയോ? ആ ചോദ്യമാണ് വളരെ നമ്മളെ ഞെട്ടിക്കുന്നത്. മോശയ്ക്ക് പോകാൻ പറ്റിയോ? പിന്നെ നമ്മളൊക്കെ പോവോ? സ്വർഗത്തിൽ പോകാൻ ഭയങ്കര എളുപ്പമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവരല്ലേ. ഇതേ യാത്രയുടെ നേരിലാണ് ഇവിടെ നിൽക്കുന്നത്, മരുഭൂമി യാത്ര. ഇത് നടത്തിയ നായകന് പോകാൻ പറ്റിയോ? 80 വർഷം 40 വർഷം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിയോളജിക്കൽ ട്രെയിനിങ്ങും പിന്നെ ഒരു 40 വർഷം മിനിസ്ട്രി കിട്ടിയ ആളാണ് ആര്? രാജാവിൻ്റെ ട്രെയിനിങ് വേറെ. ഇനി കിട്ടാത്ത ഒരു ട്രെയിനിങ്ങും ആ മനുഷ്യനില്ല. പിന്നെ തൻ്റെ വിക്കിനോടും എല്ലാ വിഷയത്തോടും കൂടി നിന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് ചെങ്കടൽ ഇത്ര ആഴക്കടൽ രണ്ടായിട്ട് വിഭവിച്ചവൻ. എല്ലാ അത്ഭുതത്തിനും തൻ്റെ കൈ പൊക്കിയാൽ മതി. അത്രയും ശക്തനായ മനുഷ്യൻ. തനിക്ക് പോകാൻ പറ്റിയോ? ഇത്രയും സൗമ്യനായ മനുഷ്യൻ, ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്ത്, ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തവൻ. 80 വർഷം എന്നൊക്കെ പറഞ്ഞ് 80 വർഷം ജീവിച്ചവൻ നല്ല ദൈവമക്കളെ. 80 വർഷം 40 വർഷം ട്രെയിനിങ്ങും 40 വർഷം ശുശ്രൂഷയും ചെയ്ത അത് മുഴുവനും ചെയ്ത കർത്താവിന് വേണ്ടിയാണ്. പക്ഷെ അവസാനമുണ്ടായ ക്ഷീണം നിമിത്തം ഈ നയിച്ചവന് പോകാൻ പറ്റിയോ? കനാൻ യാത്ര നയിച്ചവൻ ലീഡറിന് പോകാൻ പറ്റിയോ? അപ്പോൾ ഈ കനാനിലേക്കുള്ള യാത്ര അത്ര എളുപ്പമാണോ? അല്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ആത്മാവിൽ നടക്കുവാൻ. കർത്താവിൽ ആശ്രയിക്കാം, ഒത്തിരി ചേർന്ന് നടക്കാം. കർത്താവെ മോശയ്ക്ക് ചെന്നെത്താൻ പറ്റിയില്ല. ഒരു യോശുവയും കാലേബും അവരുടെ കുടുംബങ്ങളെ ചെന്നുള്ളൂ, പിന്നെ കുറേ കൊച്ചു പിള്ളേരും.
അതുകൊണ്ട് കർത്താവിൻ്റെ കരം ഞാൻ മുറുകെ പിടിക്കുന്നു, എനിക്ക് ചെന്നേലേ പറ്റൂ. ഈ സത്യം മനസ്സിലായപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും വേണ്ടില്ല, എൻ്റെ അകത്തെ മനുഷ്യൻ ആ വളർച്ച പ്രാപിക്കേണ്ടത്. ഫോക്കസ് മാറട്ടെ, അല്ലെങ്കിൽ ആഗ്രഹം മാറട്ടെ, അതിൻ്റെ ശരിക്കുള്ള കാര്യം അത്ര എളുപ്പമല്ല സ്വർഗത്തിൽ പോകാൻ എന്നുള്ള സത്യം മാറട്ടെ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം കർത്താവിൻ്റെ മണവാട്ടിയായിട്ട്. കോളിംഗ് ഈസ് ഗ്രേറ്റ്. ലെറ്റ് us be faithful to the calling. ദൈവം നമ്മളെ സഹായിക്കും.